സോ ഹായ് എവ്രി വൺ, എൻ്റെ പേര് പ്രണവ് എന്നാണ്. ഇന്നത്തെ ഈ ഒരു കംപ്ലീറ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ BSW കൂടാതെ MSW സ്റ്റുഡൻസിന് ഫീൽഡ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സംശയങ്ങളുണ്ട്. അതെല്ലാം തീർത്ത് എങ്ങനെ പ്രോപ്പറായിട്ട് ഫീൽഡ് വർക്ക് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാനായിട്ട് പോവുകയാണ്. മെയിൻലി ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് BSW ഇവിടെ ഫീൽഡ് വർക്ക് ജേർണൽ റൈറ്റിങ്ങിനെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ക്ലാസ്സിൻ്റെ തുടക്ക സമയത്ത് ഞാൻ പറയുന്ന പല കാര്യങ്ങളും അത് MSW സ്റ്റുഡൻസിനും BSW സ്റ്റുഡൻസിനും ഒരേപോലെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ എൻ്റെ ക്ലാസ് കാണുന്ന സ്റ്റുഡൻസിനോട് പറയട്ടെ, യൂട്യൂബിലേക്ക് വേണ്ടി ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ലൈവായിട്ട് എൻ്റെ കൂടെ സ്റ്റുഡൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അവരും സംശയങ്ങളായിട്ട് എന്നോട് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അവരുടെ സംശയങ്ങളിൽ നിന്ന് ഞാനപ്പോൾ ഉത്തരം പറയും. കൂടാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ നമ്പറുണ്ട്, എൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കാം, അവിടെ നിന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. സോ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സ്റ്റുഡൻസിനോടും ലൈവായിട്ട് ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫീൽഡ് വർക്ക് ജേർണൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് BSW MSW അത് നിങ്ങൾ ഇനി കോളേജിൽ പോയി പഠിക്കുക, കോളേജിൽ പോവാതെ പഠിക്കുക, എങ്ങനെ പഠിച്ചാലും എക്സാമിനെ കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പരീക്ഷയ്ക്കകത്ത് പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചു മറിച്ചൊക്കെ എഴുതി കുറച്ച് പേജ് തികച്ചെഴുതി കഴിഞ്ഞാൽ പാസ്സാവും, പ്രത്യേകിച്ച് ഇഗ്നുവിൻ്റെ അകത്ത്. എന്നാൽ എന്തെല്ലാം ശ്രമിച്ചാലും ശരിയായ രീതിയിൽ എഴുതി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഫീൽഡ് വർക്ക് പോയ പോലെ തിരിച്ചു വരും, പിന്നെ ഒന്നേന്നും പറഞ്ഞ് കുത്തിയിരുന്ന് എഴുതണം. അപ്പോൾ അതുകൊണ്ട് ഫീൽഡ് വർക്ക് ജേർണലിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം. എൻ്റെ ലൈവ് ക്ലാസ് കേൾക്കുന്ന സ്റ്റുഡൻസിനോട് ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ ഇപ്പോൾ നോട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നവരോടും പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ ഫീൽഡ് വർക്ക് ജേർണലിലെ ടെക്സ്റ്റ് ബുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫീൽഡ് വർക്കിനെ പറ്റി ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇഗ്നോയിൽ നിന്ന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സമയത്ത് നിങ്ങളുടെ ഫീൽഡ് വർക്ക് ജേർണൽ വരികയില്ല. അപ്പോൾ അതുകൊണ്ട് ഫീൽഡ് വർക്ക് ജേർണൽ സമയത്ത് വന്നില്ല എന്നുള്ളത് ഓർത്ത് നിങ്ങൾ ആരും ഫീൽഡ് വർക്ക് എഴുതാതിരിക്കില്ല. ഞാൻ എൻ്റെ അനുഭവം പറയാമെന്നുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷ എഴുതാൻ പോയ സമയത്ത് പരീക്ഷ എഴുതി ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ഫോണിൽ ഒരു മിസ് കോൾ കിടക്കുന്നു. ഞാൻ ആ മിസ് കോളിലേക്ക് തിരിച്ചു വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് എൻ്റെ വീട്ടിലേക്ക് കൊറിയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിളിച്ച ചേച്ചിയായിരുന്നു. എന്തിനാണെന്നറിയാം, അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകൾ കൊണ്ടുവരാൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ ഫീൽഡ് വർക്കിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വരുന്നത് ഞാൻ ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷ എഴുതി ഇറങ്ങിയതിന് ശേഷമാണ് ഫസ്റ്റ് ഇയറിൻ്റെ ഫീൽഡ് വർക്കിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വന്നത്. അത്രയും ഡിലേ ആയിട്ടാണ് വരുന്നത്. സോ അതൊരു കാര്യം ഞാൻ അറിയിക്കട്ടെ. അപ്പം ടെക്സ്റ്റ് ബുക്ക് വരാത്തവരെന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും കഫേയിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രിൻറ്റിങ് സ്ഥലത്ത് പോയി പ്രിൻ്റ് ചെയ്യിപ്പിച്ച് ബൈൻഡ് ചെയ്യിപ്പിച്ച് അതിനൊരു ടെക്സ്റ്റ് ബുക്ക് പോലെ ആക്കണം, സ്പൈറൽ ബൈൻഡ് ഇട്ടിട്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി പറഞ്ഞാൽ മതി, അവർ ഡൗൺലോഡ് ചെയ്ത് തരും. അവർക്കും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. ഇ ഗ്യാൻ കോഷ് എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇ ഗ്യാൻ കോഷ് എന്നും പറഞ്ഞ് ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഇ ഗ്യാൻ കോഷ് എന്നും പറഞ്ഞ്. ഓക്കെ, ആ വെബ്സൈറ്റിലോട്ട് പോവുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനിൽ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്ന്? കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ടൈപ്പ് ചെയ്യുന്നൊക്കെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. വീഗാൻ കോഷ് എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റിലോട്ട് പോയതിന് ശേഷം ആദ്യത്തെ ഹോം പേജ് ക്ലിക്ക് ചെയ്യുക. ഹോം പേജ് ക്ലിക്ക് ചെയ്ത ഉടനെ ഇവിടെ വേണ്ട ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് സെർച്ച് ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ഏതൊരു സബ്ജക്റ്റിൻ്റെയും നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ കോഡ് അറിഞ്ഞിരുന്നാൽ മതി. ഉദാഹരണത്തിനകത്ത് BSW ഫസ്റ്റ് ഇയറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ BSWL 104 എന്നാണ്. അപ്പോൾ അവിടെ പോയി ഇത് അടിച്ചതിന് ശേഷം സെർച്ച് ചെയ്യുക. ചില സമയത്ത് വരത്തില്ല, ഇപ്പോഴും വരുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചില സമയത്ത് വരത്തില്ല, കാരണം ഇഗ്നുവിൻ്റെ വെബ്സൈറ്റ് ഒത്തിരി ക്രാഷ് ആയിക്കൊണ്ടിരിക്കും. എന്തായാലും ദൈവം സഹായിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും കാണാൻ പറ്റും. ഇവിടുന്ന് നിങ്ങൾ അങ്ങ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്താൽ മതി. ഫുൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF-ന് 21 MB ഉള്ളൂ. അത്രയും സ്പേസ് ഒക്കെ എല്ലാവരുടെ ഫോണിൽ കാണുന്നതാണ്. സോ ഐ ഹോപ്പ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഏതും ആയിക്കോട്ടെ, എന്ത് ടെക്സ്റ്റ് ബുക്ക് ആയാലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോൺ വഴി പഠിക്കാവുന്നതേ ഉള്ളൂ.
ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അങ്ങനെ വേണം ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കുവാനായിട്ട്. ടെക്സ്റ്റ് ബുക്ക് വന്നില്ല എന്നുള്ളത് വെറുതെയാണ്. രണ്ടാമത് നിങ്ങൾ എപ്പോഴും ചെയ്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ വിളിച്ചിട്ട് അവർ ഫോൺ എടുത്താൽ നല്ല കാര്യം. വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്യണം. അവിടെ ചെന്നതിന് ശേഷം 2 ആൾക്കാരെ പരിചയപ്പെടണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിചയപ്പെടേണ്ട വ്യക്തിയാണ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഈ സൂപ്പർവൈസർ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മളുടെ ഫീൽഡ് വർക്കിൻ്റെ എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അയാളുടെ ഒപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫീൽഡ് വർക്ക് ജേണൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫീൽഡ് വർക്ക് സൂപ്പർവൈസറാണ് പറഞ്ഞു തരേണ്ടത്. എന്നാൽ അവർ അതൊന്നും പറഞ്ഞു തരത്തില്ല. അവർക്ക് അതിന് പല കാരണങ്ങളും ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സൂപ്പർവൈസറിൻ്റെ കീഴിൽ തന്നെ ഒരു ബാച്ചിൽ നിന്ന് തന്നെ 10, 30, 40 കൂടുതൽ സ്റ്റുഡൻസ് കാണും. അങ്ങനെ ഒരു സബ്ജക്റ്റിന് തന്നെ 4-5 ബാച്ചും 6-7 സബ്ജക്റ്റുകളും MSW BSW ഇങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഒരു 10, 200, 300 പിള്ളേർ കൂടുതൽ ഒരു സൂപ്പർവൈസറിൻ്റെ കീഴിലുണ്ട്. ഇനി ഈ സൂപ്പർവൈസർമാരല്ല ഏതെങ്കിലുമൊക്കെ കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരായിരിക്കും. ഉദാഹരണത്തിന് എൻ്റെ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഒരു കോളേജിൽ സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൂപ്പർവൈസർമാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ എളുപ്പത്തിൽ വിളിച്ചാൽ കിട്ടിയെന്ന് വരത്തില്ല. ഞാൻ അവർ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു വരത്തില്ല. അറ്റ്ലീസ്റ്റ് അവരെ പോയി ഒന്ന് കണ്ട് പരിചയപ്പെടുക. പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ പേര് ഇന്നതാണ്, നിങ്ങൾ ഇന്ന വർഷം അഡ്മിഷൻ എടുത്തു, ഞാൻ ഫീൽഡ് വർക്ക് ജേണൽ എഴുതാൻ തുടങ്ങട്ടെ, ഞാൻ എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് സൈൻ ചെയ്ത് തരുമോ എന്ന് ചോദിക്കണം. കാരണം പലപ്പോഴും നമ്മൾ ഇതൊക്കെ എഴുതി കൊണ്ടുപോകുമ്പോഴത്തേക്ക് ചില ഫീൽഡ് വർക്ക് സൂപ്പർവൈസർമാരുടെ സ്വഭാവം ഒരു ഭയങ്കര കുഞ്ഞിത്തിരിയാണ്. അവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഉരുട്ടി നിങ്ങൾ എന്നെ എന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ല, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനം നമ്മളെ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടുത്തും. ഇതൊക്കെ നേരത്തെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതാണ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഫീൽഡ് വർക്ക് ജേണലിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കാം. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമുക്ക് 2 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ഒന്നിനെ കൺകറൻറ്റ് വിസിറ്റ് എന്നും ഒന്നിനെ ഓറിയൻറ്റേഷൻ വിസിറ്റ് എന്നും പറഞ്ഞ് തിരിച്ചിരിക്കുന്നു. രണ്ടിൻ്റെ പേര് ചിലപ്പോൾ ഇച്ചിരി വലുതായിട്ട് തോന്നിയെങ്കിലും കാര്യം വളരെ സിമ്പിളാണ്. ഓറിയൻറ്റേഷൻ വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിന് ചുറ്റിനുമുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാപനത്തിൽ പോയി അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അത് മനസ്സിലാക്കി എങ്ങനെയാണ് റിപ്പോർട്ട് എഴുതുന്നതെന്ന് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺകറൻറ്റ് വിസിറ്റാണ്. ഓറിയൻറ്റേഷൻ വിസിറ്റിൽ നമ്മൾ ചില സ്ഥാപനങ്ങളിൽ പോയി അവിടുത്തെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് റിപ്പോർട്ട് എഴുതുന്നു. കൺകറൻറ്റ് വിസിറ്റിനകത്ത് നമ്മളൊരു സ്ഥാപനത്തിൽ പോയി ചിലപ്പോൾ അവർ 15 ദിവസമെന്നോ 20 ദിവസമെന്നോ നിങ്ങളുടെ സബ്ജക്റ്റ് അനുസരിച്ച് ഒരു ദിവസം ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കും. അത്രയും ദിവസം നമ്മളൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്ത് ആ ജോലി ചെയ്യുന്നതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് വരണം. അതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു നോർമൽ സ്ഥലത്ത് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കി റിപ്പോർട്ട് എഴുതിക്കൊണ്ട് വരുന്നതിന് നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. എന്നാൽ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. ഇനി എങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു വലിയ ലിസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒന്ന് സ്ക്രോൾ ചെയ്താൽ ലിസ്റ്റ് എടുക്കാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാനായിട്ട് പറ്റും. പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ കോടതി ഉൾപ്പെടെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. എന്നിട്ട് ഇതിനകത്ത് കുറേയധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. NGOസിൽ പോവാം, സ്ത്രീകളുടെ എതിരെ അല്ല സ്ത്രീകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന NGOസിൽ നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസോ കളക്ടറേറ്റിലോ എവിടെ വേണമെങ്കിലും പോവാം. നിങ്ങൾക്ക് മനോരമ പത്രക്കാരെ പോയി കാണാം, മാതൃഭൂമി പത്രക്കാരെ പോയി കാണാം. നിങ്ങൾക്ക് കോടതികളിൽ പോയി ജഡ്ജിമാരെ പോയി കാണാൻ പോകല്ലേ, വക്കീലുമാരെ പോയൊക്കെ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ബിസിനസ്സുകാരെ ഫാക്ടറികളിൽ പോകാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അതുകൂടാതെ ജയിലുകളിൽ പോകാനായിട്ട് പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് പോവാം. ഈവൻ MLA-മാരെയും MP-മാരെയും കാണാനായിട്ടൊക്കെ പോവാം. എന്നാൽ നമ്മുടെ നാട്ടിൽ MLA MP-മാർക്കൊന്നും അത്രയും കാര്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് അവരോട് പോയി ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാൻ അറിയത്തില്ല. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ടും കാര്യമൊന്നുമില്ല. ഇത്തിരിയും കൂടെ പഠിപ്പും വിവരമൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. സോ ബാക്ക് ടു ദ ടോപ്പിക്.
അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ഏതൊരു സ്ഥാപനത്തിൽ പോയി അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നിട്ട് നിങ്ങൾ റിപ്പോർട്ട് എഴുതുക. എന്നിട്ട് ഇതാണ് നിങ്ങളുടെ മെയിൻ ജോലി. എന്തൊക്കെയാ? ഓറിയന്റേഷനും കൺകറന്റ്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ലൈവ് ക്ലാസ്സിൽ ഇരിക്കുന്ന രണ്ടുപേരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഓറിയന്റേഷനും കൺകറന്റ് വിസിറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഒരു സ്ഥലത്ത് പോയി ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ റിപ്പോർട്ടുകൾ ചോദിച്ച് മനസ്സിലാക്കി എഴുതുക. കൺകറന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി ജോലിയാണ്. മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒരു എസ് മാത്രം ഒന്ന് പറയുക. യെസ് മനസ്സിലായി. ഓക്കെ, ആയിക്കോട്ടെ. മറ്റേ ആൾക്ക് മനസ്സിലായോ? എല്ലാവരും എസ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. ഇനി ഈ കൺകറന്റ് വിസിറ്റ് ഉണ്ടല്ലോ, 15 ദിവസത്തെ കൺകറന്റ് വിസിറ്റ്, ഈ സാധനം ലേശം സ്പെഷ്യൽ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ BSW പഠിക്കുന്ന സമയത്ത്, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചേക്കണം, അല്ലെങ്കിൽ ഒത്തിരി കൺഫ്യൂസ് ആയിപ്പോകും. നമ്മൾ BSW ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇഗ്നുവിനകത്ത് MSW ആയിക്കോട്ടെ പഠിക്കുന്നത്, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം എപ്പോഴും ഇയർ വൈസ് ആണ് നടക്കുന്നത്, സെമസ്റ്റർ വൈസ് അല്ല. സെമസ്റ്റർ എന്ന് പറഞ്ഞ സാധനം എന്താണ്? എല്ലാ 6 മാസം കൂടുമ്പോഴാണ് ഒരു സെമസ്റ്റർ. സാധാരണ ഈ എഞ്ചിനീയറിംഗ് പിള്ളേരൊക്കെ അവരൊക്കെ പഠിക്കുമ്പം സെമസ്റ്റർ വൈസ് ആണ്. 6 മാസം കൂടുമ്പോൾ 6 മാസം പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ എഴുതണം. ഈവൻ ചില BSW MSW കോളേജിൽ സെമസ്റ്റർ വൈസ്. ഞാൻ പഠിപ്പിക്കുന്ന ഒത്തിരി അധികം സ്റ്റുഡൻസ് ഒക്കെ സെമസ്റ്റർ വൈസ് ആണ്. എല്ലാ 6 മാസം കൂടുമ്പോഴും അവർക്ക് പരീക്ഷയുണ്ട്. എന്നാൽ ഇഗ്നുവിൻ്റെ അകത്ത് 6 മാസം കൂടുമ്പോഴല്ല, വർഷത്തിൽ ഒരിക്കലേ പരീക്ഷയുള്ളൂ. പക്ഷേ അത് പരീക്ഷയ്ക്കും അസൈൻമെൻറ്റിനും വേണ്ടി മാത്രമാണ് ആ കാര്യം. നിങ്ങൾ ഫീൽഡ് വർക്കിനകത്തോട്ട് വരുമ്പോഴത്തേക്കും ഫീൽഡ് വർക്ക് സെമസ്റ്റർ വൈസാണ്. നിങ്ങൾക്ക് ഇവിടെ എഴുതിയിരിക്കുന്നതാണ് ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ എന്നൊക്കെ. അപ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ BSWയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ അകത്ത് ഓറിയന്റേഷൻ വിസിറ്റ് മാത്രമേ ഉള്ളൂ. ഓറിയന്റേഷൻ വിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സ്ഥാപനത്തിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നത്. ഓറിയന്റേഷൻ വിസിറ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ BSWയുടെ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് നിങ്ങൾ വരുമ്പോഴത്തേക്ക് അവിടെ കൺകറന്റ് വിസിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൺകറന്റ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊരു സ്ഥലത്ത് പോയി അവിടെ 15 ദിവസം ജോലി ചെയ്യണം. ഓക്കെ, നമ്മൾ BSW സ്റ്റുഡൻസിന് 15 ദിവസം ജോലി ചെയ്യണമെന്നാണ്. MSW സ്റ്റുഡൻസിന് അതിന് കൂടുതൽ ജോലി ചെയ്യാനായിട്ടാണ് പറയുന്നത്. 15 ദിവസം നമ്മൾ ജോലി ചെയ്യണം. അപ്പം ഇനി ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഇത് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ സെമസ്റ്റർ വൈസ് ആണോ സബ്മിറ്റ് ചെയ്യേണ്ടത്? അല്ല. നിങ്ങൾക്ക് ഇത് സെമസ്റ്റർ വൈസ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതെല്ലാം എഴുതിയിട്ട് ഒരുമിച്ച് കൊണ്ട് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. നിങ്ങളുടെ പരീക്ഷകൾ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ 2021 ബാച്ച് BSW സ്റ്റുഡൻ്റാണ്. ഞാൻ പരീക്ഷകളെല്ലാം കൃത്യസമയത്ത് എഴുതി, നല്ല മാർക്കോടെ പരീക്ഷകളെല്ലാം പാസ്സായി, അസൈൻമെൻറ്റ് സമയത്ത് വെച്ചു. എന്നാൽ ഞാൻ ഇതുവരെ എൻ്റെ ഫീൽഡ് വർക്ക് വെച്ചിട്ടില്ല. എൻ്റെ ഫീൽഡ് വർക്ക് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുകയും പഠിപ്പിക്കുകയും പല കാര്യങ്ങളിൽ തിരക്കിലായതുകൊണ്ട് എനിക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ പഠിച്ചിറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഫീൽഡ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പറ്റിയാൽ ഇപ്പം ഞാൻ കൊണ്ടുവന്ന് വെക്കും, അല്ലെങ്കിൽ ഞാൻ ജൂൺ കഴിഞ്ഞിട്ടേ വെക്കത്തുള്ളൂ. ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞത് കഴിഞ്ഞ വർഷമാണ്. എൻ്റെ എക്സാം കഴിഞ്ഞ റിസൾട്ട് ഈ വർഷം ജാനുവരിയിൽ വന്നു, ഞാൻ പാസ്സായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഫുള്ള് പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം. കാരണം ഇഗ്നുവിൻ്റെ ഒരു നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 3 വർഷത്തെ കോഴ്സ് നിങ്ങൾക്ക് 6 വർഷം കൊണ്ട് തീർക്കാം. എൻ്റെ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്തൊന്നും അതിങ്ങനെ എഴുതി വരത്തില്ല 3 വർഷത്തെ കോഴ്സ് 4 വർഷം കൊണ്ട് തീർത്തൊന്നും അങ്ങനെയൊന്നും എഴുതി വരത്തില്ല. ഇന്ന ഇയറിൽ ജോയിൻ ചെയ്തു, ഇന്ന ഇയറിൽ പാസ് ഔട്ടായി എന്ന് മാത്രമേ വരത്തുള്ളൂ. ആൻഡ് അതുകൂടാതെ നമ്മൾ ഈ ഇഗ്നു വഴിയൊക്കെ പഠിക്കുന്നതും കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും നാളെ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുകയാണെങ്കിൽ പറയാം നമ്മളിങ്ങനെ തിരക്കുകളിലൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നും, പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് വെച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സമയം സൗകര്യം അനുസരിച്ച് ചെയ്യാം. ഇതിങ്ങനെ ചാടിപ്പടച്ച് ഇല്ലാത്ത സമയം കണ്ടെത്തി ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പം അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ സെമസ്റ്റർ വൈസ് അല്ല ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ സബ്മിറ്റ് ചെയ്യാന്ന് മനസ്സിലായോ? ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചോദിച്ചേ. അതായത് ഇപ്പൊ നമ്മള് എക്സാം കഴിഞ്ഞാല് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഈ ഫീൽഡ് വർക്ക് കംപ്ലീറ്റ് ആണോ? എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ കയ്യിലോട്ട് സർട്ടിഫിക്കറ്റ് വരണമെങ്കിൽ നമ്മൾ ഫീൽഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം.
ആ നമ്മൾ ഓക്കെ. ഫീൽഡ് വർക്കും അതേപോലെ തന്നെ എക്സാമും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ നമ്മളുടെ കയ്യിൽ ഒരു നോർമൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അത് യൂസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് ജോലിക്കും കാര്യത്തിനൊക്കെ വേണ്ടി അപ്ലൈ ചെയ്യാം. നമ്മുടെ മെയിൻ സർട്ടിഫിക്കറ്റ്, നമ്മളുടെ ഈ ഡിഗ്രി സെർമണി കോൺവക്കേഷൻ ഒക്കെ നടന്നിട്ട് കയ്യിലോട്ട് വരുന്ന മെയിൻ സർട്ടിഫിക്കറ്റ്, അത് 6 മാസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി ജോലിയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഫീൽഡ് വർക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ സാവകാശം സമാധാനത്തിൽ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു സാർ ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യം. സംശയം. ചോദിച്ചോ. നമ്മൾ ഈ എക്സാം എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ 3 വർഷത്തെയും നമ്മൾ ഈ ജേർണൽ ഒരുമിച്ച് വെക്കാന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ നമുക്കത് മുമ്പത്തെ ഡേറ്റ് ഇട്ടിട്ടാണ്, എങ്ങനെയാണ് അതിന്റെ ഒരു ഇത്? അത് ആ ഒരുമിച്ച് വെക്കാൻ പറ്റുമോ നമുക്ക് ഈ 3 ഒരുമിച്ച് ജേർണൽ? വെക്കാം. ആൻഡ് ഇതിനകത്തൊരു കാര്യം ഓർക്കണം, നമ്മൾ ഡേറ്റ് ഇതിനകത്ത് മാറ്റാനൊന്നും പറ്റത്തില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു ആ ഹാ കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 2021 അഡ്മിഷൻ എടുത്തു, ഞാൻ 2022 ഫീൽഡ് വർക്ക് ചെയ്തു. അപ്പം ഞാൻ ചെയ്ത സമയത്തെ ഡേറ്റ് തന്നെ ഇട്ട് വെക്കണം. അല്ല, ഞാൻ വെക്കാൻ പോകുന്നത് ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് അല്ല, ഞാൻ ഏത് സമയത്താണ് എൻ്റെ ഫീൽഡ് വർക്ക് ചെയ്തത്, ഞാൻ എഴുതിയതും അല്ല കേട്ടോ. ഞാൻ എപ്പോഴാണ് ഫീൽഡ് വർക്ക് ചെയ്തത്, ഞാൻ ചിലപ്പോൾ 2022 ഫീൽഡ് വർക്ക് ചെയ്തതിന് ശേഷം 2025 എഴുതുന്നത്, പക്ഷെ ചെയ്ത ഡേറ്റ് വേണം എഴുതാൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഞാൻ മുമ്പ് ചോദിച്ചപ്പോൾ ഇഗ്നോയിൽ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു നമ്മൾ 3 months ഗ്യാപ്പ് വേണം ഓരോ വിസിറ്റിന്, അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ അതാണ് അല്ല, നമ്മൾ സംശയം ചോദിച്ചത്. അത് വേറൊരു ടോപ്പിക്കാണ്, അതിലോട്ട് ഞാൻ വരാം. അത് ആക്ച്വലി വേറൊരു കാര്യം, ഓക്കെ അതിലോട്ട് ഓക്കെ ഇപ്പോൾ സാർ. വരാം. ശരി ഓക്കെ, ശരി. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഫസ്റ്റ് ഇയറിൻ്റെ അകത്ത് കൺകറന്റ് അല്ല, ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ അകത്ത് കൺകറന്റ് ഇല്ല, ആ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ അകത്ത് കൺകറന്റ് ഉണ്ടെന്ന് ഞാനിപ്പോൾ പറയുകയുണ്ടായി. ഈ സെക്കൻഡ് സെമസ്റ്ററിൽ കൺകറന്റ് ഉണ്ട്, തേർഡ് സെമസ്റ്ററിൽ കൺകറന്റ് ഉണ്ട്, ഫോർത്തിലുണ്ട്, ഫിഫ്ത്തിലുണ്ട്, ആൻഡ് 6th സെമസ്റ്ററിലും കൺകറന്റ് വിസിറ്റ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ 3 വർഷത്തിൽ 6 സെമസ്റ്റർ ഉണ്ട്. 6-ലെ ഏറ്റവും ആദ്യത്തെ ഒരെണ്ണത്തിൽ മാത്രമില്ല, ബാക്കി 5 ഈ കൺകറന്റ് വിസിറ്റ്. എന്നാൽ ഈ കൺകറന്റ് വിസിറ്റ് ഉള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഓറിയന്റേഷൻ വിസിറ്റ് കാണുമോ? കാരണം ആദ്യത്തെ ഓറിയന്റേഷൻ വിസിറ്റ് ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് കൺകറന്റ് ഇല്ലായിരുന്നല്ലോ. എന്നാൽ കൺകറന്റ് വിസിറ്റ് ഉള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തും, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചോ, സകല ടെക്സ്റ്റ് ബുക്കിലും ഓറിയന്റേഷൻ വിസിറ്റ് പ്രസന്റ് ആണ്. എന്നാൽ ആദ്യത്തെ നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്ക്, ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് 20 സ്ഥലങ്ങളിൽ പോയി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ സെമസ്റ്റർ മുതൽ 5 സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ സെമസ്റ്റർ മുതൽ കൺകറന്റ് വിസിറ്റും കൂടെ വരുന്നുണ്ട്. 20-നെ വെട്ടിച്ചുരുക്കി 5-ലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി കൺകറന്റ് വിസിറ്റിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഈ കൺകറന്റ് വിസിറ്റ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏതൊരു സ്ഥാപനത്തിലും ചെന്ന് കയറാൻ പറ്റത്തില്ല. ഒരു ചെറിയ കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് സെമസ്റ്റർ ആവുമ്പോഴത്തേക്കും സോഷ്യൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സോഷ്യൽ വർക്കർ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് മെത്തേഡുകൾ, അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനം ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് രീതികൾ നമ്മളെ പഠിപ്പിച്ചു തുടങ്ങും. ഉദാഹരണത്തിന് രണ്ടാമത്തെ സെമസ്റ്ററിൽ ഈ ഗ്രാമപ്രദേശം, അല്ലെങ്കിൽ ആദിവാസി സമൂഹം, അല്ലെങ്കിൽ വലിയ പട്ടണങ്ങൾ, ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരെ എങ്ങനെ പോയി സേവിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അതിനെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. മൂന്നാമത്തെ സെമസ്റ്ററിലെ കേസ് വർക്ക്, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ കൗൺസിലിംഗ് എങ്ങനെ ചെയ്യേണ്ടത്, മനുഷ്യൻ്റെ സൈക്കോളജി എന്താണ്, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ സെമസ്റ്ററിലും 2ാം സെമസ്റ്റർ മുതൽ 6ാം സെമസ്റ്റർ വരെ നമുക്ക് പഠിക്കാൻ കിട്ടിയ കാര്യത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോയി ഫീൽഡ് വർക്ക് ചെയ്യേണ്ടത്. ഇത് BSW സ്റ്റുഡൻസിനും MSW സ്റ്റുഡൻസിനും ഒരേപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കിട്ടിയ കാര്യങ്ങൾ എന്താണ്, അതനുസരിച്ച് നമ്മളൊരു സ്ഥാപനം കണ്ടെത്തണം. അല്ലാതെ നമുക്ക് തോന്നിയ ഒരു സ്ഥാപനത്തിൽ കയറി ചെന്ന് നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലേശം ഉടായ്പൊക്കെ കാണിച്ച് നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കാം. ഞാൻ ചിലപ്പോൾ നമ്മൾ പാസ്സായി പോവുകയും ചെയ്യും. പക്ഷെ എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിലിരിക്കുമ്പോൾ, ഒന്നാമത് നിങ്ങൾ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് കോളേജിൽ പോയി പഠിക്കാത്തത് കൊണ്ട് തന്നെ അവർ നിങ്ങളെ എങ്ങനെയും ചവിട്ടി പുറത്താക്കാൻ ഒരു അവസരം നോക്കിയിരിക്കും.
അതിൻ്റെ കൂടെ നിങ്ങൾ ഫീൽഡ് വർക്ക് ഏതൊരു കണ്ണാമുക്കി സ്ഥലത്താണ് പോയി ചെയ്തത്, നിങ്ങൾ കാര്യമായിട്ട് എങ്ങും ചെയ്തില്ലെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം പിന്നെ നിങ്ങൾ ജോലി കാര്യമായിട്ട് പ്രതീക്ഷിച്ചിരിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് ഫീൽഡ് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇച്ചിരി നല്ല സ്ഥാപനങ്ങളിലും നല്ല ഹോസ്പിറ്റലുകളിലും പോകാൻ നോക്കുക. ആൻഡ് നിങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്യാൻ 15 ദിവസം ജോലി ചെയ്യാനായിട്ടൊരു സ്ഥാപനത്തിൽ പോകാൻ നോക്കി, ചിലപ്പോൾ അവർ അങ്ങോട്ട് നിങ്ങളുടെ നിന്ന് കുറച്ച് പൈസ മേടിക്കും. സാധാരണ ഞാൻ കേട്ടിട്ടുള്ള പിള്ളേർ 5000 6000 രൂപയൊക്കെ കൊടുത്തതിന് ശേഷമാണ് അവരെ ഫീൽഡ് വർക്ക് ചെയ്യാനായിട്ട് അനുവദിച്ചതെന്ന്. അതൊരു നോർമൽ കാര്യമാണ്. നിങ്ങൾ ആ പൈസ കൊടുക്കുന്നതിൽ ഹെസിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്യിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ കിട്ടാൻ വളരെ പാടാണ്. എത്ര ഓർത്താൽ മതി, നിങ്ങളൊരു കോളേജിൽ പോയി പഠിച്ചായിരുന്നെങ്കിൽ കുറഞ്ഞതൊരു 1.5 2-3 ലക്ഷം രൂപ ചിലവായാണ്. ഇതിപ്പം നിങ്ങൾ എല്ലാ മാസം 6000 രൂപ അടച്ചു ഫീൽഡ് വർക്കിൻ്റെയും അതേപോലെ എക്സാമിൻ്റെയും കുറച്ച് ഫീസ് അടച്ചെന്നല്ലാതെ വേറെ ചിലവില്ലല്ലോ. ഒരു സ്ഥാപനത്തിലേക്ക് ഇച്ചിരി പൈസ കൊടുത്ത് കയറി ഫീൽഡ് വർക്ക് ചെയ്യുന്നതിൽ വലിയ ദോഷമൊന്നുമില്ല. ഓക്കെ, അപ്പം അതൊന്ന് മനസ്സിലാക്കാം. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്തുവാ, രണ്ടാമത്തെ സെമസ്റ്റർ മുതൽ നമ്മൾ 15 ദിവസം ജോലി ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഓരോ സെമസ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ കിട്ടിയ കാര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യേണ്ടത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ എഴുതിയെടുക്കുക. രണ്ടാമത്തെ സെമസ്റ്ററിൽ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യാൻ 15 ദിവസം പോകുമ്പോൾ നമ്മളെ രണ്ടാമത്തെ സെമസ്റ്ററിൽ ഓറിയൻറ്റേഷൻ വിസിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓറിയൻറ്റേഷൻ വിസിറ്റ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനം പഠിപ്പിക്കും. അപ്പോൾ അത് പഠിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനമാണ് 15 ദിവസം ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഹലോ, അതിന്റെ ഇടയിലൊന്ന് വോയിസ് കട്ടായിരുന്നു. വോയിസ് കട്ടായിരുന്നോ? ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. സെക്കൻഡ് സെമസ്റ്റർ മുതൽ നമ്മളെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യാൻ ഒരു സ്ഥാപനത്തിലേക്ക് 15 ദിവസത്തേക്ക് പോകുമ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ വേണം ചെയ്യാൻ. അപ്പം നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക, സെക്കൻഡ് സെമസ്റ്റർ ഫീൽഡ് വർക്ക് ഒരു ഹൈഫൺ ഇടുക, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനാണ് ചെയ്യേണ്ടത്. ബൈ ദ വൈ, ഈ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്താണ്, അല്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന വാക്കുകൾ എന്താണെന്ന് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ആവുന്നുണ്ട്, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഒത്തിരി ബ്രേക്ക് ആവുന്നുണ്ട് എൻ്റെ വോയിസ്. ഹലോ സർ, വോയിസ് ഇങ്ങനെ ബ്രേക്ക് ആവുന്നുണ്ട് നന്നായിട്ട്. ജസ്റ്റ് സെക്കൻഡ്. ഹലോ, ഇപ്പൊ കേൾക്കാവോ? ഓക്കെ ഇപ്പൊ കേൾക്കാം. ക്ലിയർ ആണ്? കേട്ടിരുന്നു, പക്ഷെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മള് അത് കുഴപ്പമില്ല, ഞാൻ നോയിസ്. റിപ്പീറ്റ് ചെയ്യാം, അതൊരു വിഷയമല്ല. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു ഇതേപോലെ മിനിറ്റ് പറയുന്നതിന് മുമ്പ് ഇതിനകത്ത് സെം വൈസ് ആണല്ലോ പറയുന്നത്. ഞാൻ ഇയർ വൈസ് ആണ് എന്റെ ഇരിക്കുന്ന ഈ ജേർണൽ ബുക്കില് സെമസ്റ്റർ എന്നല്ല. ഇപ്പൊ സാറ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഫീൽഡ് വർക്കിന്റെ ബുക്കിൽ സെം എന്ന് കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഇയർ എന്റേത് DSWL 001 എന്നാണ് എന്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, കാരണം ചേച്ചി എന്ന് പറയുന്നത് BSWG സ്റ്റുഡന്റ് അല്ല, BSW സ്റ്റുഡന്റ്. 2020 ബാച്ചാണ്. 2020 ബാച്ചാണ്. 2021 മുതൽ പുതിയ BSW ആയിരുന്നു. ഇപ്പൊ 2024 മുതൽ വേറെ പുതിയ BSW വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വ്യത്യാസം. ഓക്കെ, അപ്പൊ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. പറയുന്ന കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ. നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാനുള്ളതിൽ കുറച്ച് ദിവസങ്ങളുടെ അല്ലെങ്കിൽ ചെയ്യുന്ന രീതികളുടെ വ്യത്യാസമേ കാണത്തുള്ളൂ. പഠിക്കാനൊക്കെ ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങൾ തന്നെ ആയിരുന്നല്ലോ. സിലബസ് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതോർത്ത് സങ്കടപ്പെടണ്ട. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലാസ് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രണ്ടാമത്തെ സെമസ്റ്റർ മുതൽ നമുക്ക് ചെയ്യാനുള്ളത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം സെക്കൻഡ് സെമസ്റ്റർ എന്ന് എഴുതുക, ഒരു ഹൈഫൺ ഇടുക, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് എഴുതുക. ഇനി മൂന്നാമത്തെ സെമസ്റ്ററിൽ നമുക്ക് ചെയ്യാനുള്ളത് സോഷ്യൽ കേസ് വർക്കാണ്. സോഷ്യൽ കേസ് വർക്ക്
കഴിഞ്ഞാൽ പിന്നീട് 4ാമത്തെ സെമസ്റ്ററിൽ നമുക്ക് ചെയ്യാനുള്ളത് സോഷ്യൽ ഗ്രൂപ്പ് വർക്കാണ്. അഥവാ നിങ്ങൾക്ക് കൂടെ എഴുതി വരാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ റെക്കോർഡിംഗ് കേട്ട് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഞാനിത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം പറഞ്ഞു കഴിഞ്ഞിട്ട്. സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. തേർഡിൽ സോഷ്യൽ കേസ് വർക്ക്. ഫോർത്തിൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. ഫിഫ്തില് സോഷ്യൽ വർക്ക് റിസർച്ച് ആൻഡ് സിക്സ്തില് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ ആക്ഷൻ. സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ ആക്ഷൻ. 5ാമത്തേല് സോഷ്യൽ റിസർച്ചും 6ാമത്തെ ഏറ്റവും അവസാനത്തിൽ സോഷ്യൽ വെൽഫെയറും അഡ്മിനിസ്ട്രേഷനും. ഓക്കെ, അപ്പം ഇതൊക്കെ എന്തുവാണ്, ഇതെന്തു ഈ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എന്തുവാണെന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഓൾറെഡി അവൈലബിൾ ആണ്, നിങ്ങൾക്കത് കാണാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ്ലി ചോദിക്കാം. യൂട്യൂബിലെ കമൻറ്റ് സെക്ഷനിൽ എൻ്റെ നമ്പർ കാണുന്നതായിരിക്കും. അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് സെമ്മ് മുതൽ 15 ദിവസം ജോലി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇനി 15 ദിവസം ജോലി ചെയ്യാൻ പോകുമ്പോൾ ഇന്ന സ്ഥാപനം വേണമെന്ന് പറഞ്ഞ് സ്പെസിഫിക്കലി ടെക്സ്റ്റിലെങ്ങും പറഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സ്കൂളും ആശുപത്രിയും അല്ലെങ്കിൽ അനാഥാലയങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യുക. ഈ കോടതിയും പഞ്ചായത്ത് ഓഫീസുകളും മറ്റേതും മറിച്ചതിലും പോവാത്തതാണ് ഇച്ചിരി കൂടെ നല്ലത്. കാരണം നമ്മൾ സ്കൂൾ പോലത്തെ സ്ഥലത്ത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആശുപത്രികളിൽ പോയി ഫീൽഡ് വർക്ക് ചെയ്യാൻ നോക്കിയാണ്ടല്ലോ, ഒരു ആശുപത്രിയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് തരം ഫീൽഡ് വർക്ക് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ എന്ത് തരം ഫീൽഡ് വർക്കിൻ്റെ റിപ്പോർട്ട് വേണമെങ്കിലും എഴുതി സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആശുപത്രിയിൽ പോയി ഫീൽഡ് വർക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. സ്കൂളിൽ പോയി ചെയ്യുന്ന ഫീൽഡ് വർക്ക് ഒത്തിരി നല്ലതാണ്. അനാഥാലയങ്ങളും സ്ഥലത്തൊക്കെ പോയി ചെയ്യുന്ന ഫീൽഡ് വർക്ക് ഒത്തിരി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതാണ് ഇച്ചിരി കൂടെ എളുപ്പം. ബാക്കിയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ കയറി ചെല്ലാൻ പോയി കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നമുക്ക് ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഇനി ഈ 15 ദിവസം ജോലി ചെയ്യാൻ പോയതിന് ശേഷം ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ആ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് എന്താണ്? പ്രത്യേകിച്ച് വലിയ ഫോർമാറ്റ് ഒന്നുമില്ല. ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഒന്ന് ആ സ്ഥാപനത്തിൻ്റെ ലെറ്റർ പാഡിൽ വേണം എഴുതിപ്പിക്കാൻ. ഇനി ആർക്കെങ്കിലും ലെറ്റർ പാഡ് എന്തുവാന്ന് അറിയത്തില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാ സ്ഥാപനക്കാർക്കും അവർ ചുമ്മാതൊരു വെള്ളക്കടലാസിലെല്ലാം എഴുതി തരത്തില്ല. അവരെന്തൊരു ലെറ്റർ എഴുതിയാലും അതിന് മുകളിൽ അവരുടെ സ്ഥാപനത്തിൻ്റെ പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് അഡ്രസ്സൊക്കെ എഴുതി പതിപ്പിച്ച് ഒരു പ്രത്യേകതരം പേപ്പറിലാണ് അവരെപ്പോഴും ഓരോ കാര്യങ്ങൾ എഴുതി തരുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് മരുന്ന് എഴുതി തരുമ്പോൾ ആ സ്ലിപ്പിൻ്റെ മണ്ടയിൽ ആ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൻ്റെ പേര് എഴുതി കാണത്തില്ലേ? അത് അത്രേ ഉള്ളൂ സാധനം. അപ്പോൾ അവരുടെ ലെറ്റർ പാഡിൻ്റെ അകത്തോട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എഴുതിപ്പിക്കണം. ചുമ്മാതൊരു വെള്ളക്കടലാസിൽ പ്രിൻ്റ് ചെയ്യാനായിട്ട് സമ്മതിപ്പിക്കല്ല. ഇനി എന്തോ എഴുതേണ്ടത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഫീൽഡ് വർക്ക് സർട്ടിഫിക്കറ്റാണ് മേടിക്കുന്നതെങ്കിൽ ഞാൻ എഴുതിപ്പിക്കും പ്രണവ് എ, ഇഗ്നുയിൽ BSW പഠിക്കുന്ന ഇന്ന എൻറോൾമെൻറ്റ് നമ്പറുള്ള സ്റ്റുഡൻറ്റ്. അതിപ്പോൾ അതിൻ്റെ ഓർഡർ എങ്ങനെ വേണമെങ്കിലും ആവാം. ആദ്യമേ എൻ്റെ പേരും പിന്നെ എൻ്റെ എൻറോൾമെൻറ്റ് നമ്പർ ആവാം, പിന്നെ എൻ്റെ ഇഗ്നു എന്ന് പഠിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ആദ്യമേ എൻ്റെ പേര് എഴുതി ഇഗ്നുയിൽ പഠിക്കുന്നത് എഴുതിയിട്ട് പിന്നെ എൻറോൾമെൻറ്റ് നമ്പർ എഴുതാം. എങ്ങനെ ഓർഡർ എങ്ങനെയായാലും കുഴപ്പമില്ല. എന്നാൽ എൻ്റെ ഫുൾ പേര്, ഞാൻ ഇഗ്നുവിൽ പഠിക്കുന്നു, എൻ്റെ എൻറോൾമെൻറ്റ് നമ്പർ, ആൻഡ് ഏറ്റവും അവസാനമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഞാൻ ഇന്ന സെമസ്റ്ററിൻ്റെ ഭാഗമായിട്ട് ഇന്ന സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഉദാഹരണത്തിന് ഞാൻ ഒരു സ്ഥാപനത്തിൽ സോഷ്യൽ കേസ് വർക്ക് ചെയ്യാൻ പോയി, കൗൺസിലിംഗ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ 3rd സെമസ്റ്ററിൻ്റെ ഭാഗമായി പ്രണവേ ഇന്ന എൻറോൾമെൻറ്റ് നമ്പറുള്ള ഇഗ്നൂലെ സ്റ്റുഡൻറ്റ് അവൻ്റെ 3rd സെമസ്റ്ററിൻ്റെ ഭാഗമായി നമ്മളുടെ സ്ഥാപനത്തിൽ സോഷ്യൽ കേസ് വർക്ക് ചെയ്തു എന്ന് എഴുതിപ്പിക്കണം. അപ്പം എന്തൊക്കെയാ പേര്, ഇഗ്നുവിൽ പഠിക്കുന്നു, എൻറോൾമെൻറ്റ് നമ്പർ, ഏത് സെമസ്റ്ററിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് മസ്റ്റാണ്. പിന്നെ ഒരു കാര്യം, എല്ലാ സ്ഥാപനങ്ങളും അവരുടെ സർട്ടിഫിക്കറ്റിൽ എഴുതി തരും. പിന്നെ ഏതെങ്കിലും സ്ഥാപനക്കാർ അത് എഴുതാൻ വിട്ടുപോയാൽ
അവരോട് ഡേറ്റ് എഴുതാൻ പറയണം. നിങ്ങൾ ഇന്ന ദിവസം മുതൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ജാനുവരി 1 മുതൽ ജാനുവരി 15 വരെ വർക്ക് ചെയ്തു, അങ്ങനെ എടുത്ത് വേണം. എന്നാലേ നിങ്ങൾ 15 ദിവസം ജോലി ചെയ്യുന്നതിൻ്റെ തെളിവാണ്. മനസ്സിലായി? അപ്പം അവരെയും കൊണ്ട് പറയണം, ഞാൻ ഇന്ന 15 ദിവസം ജോലി ചെയ്തെങ്കിൽ ആ ഡേറ്റ് എഴുതിപ്പിച്ചുള്ള സർട്ടിഫിക്കറ്റ് തരാൻ പറയണം. ഇനി ചില പിള്ളേർ ഇങ്ങനെ ഡേറ്റ് എഴുതിപ്പിക്കാതെ സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് വെച്ച് മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സേഫ് സൈഡ് പറഞ്ഞതേ ഉള്ളൂ. ഡേറ്റ് എഴുതിപ്പിച്ചാൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. എഴുതാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആൾക്കാരൊന്നും പറയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് മേടിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അത് ഓരോ സൂപ്പർവൈസറുകളെ അനുസരിച്ചിട്ട്. മൈക്ക് ഓൺ ആണല്ലോ അവരുടെ, മൈക്ക് ഓഫ് ആക്കി. ഓക്കെ, സോ ഇതായിരുന്നു സർട്ടിഫിക്കറ്റ് എങ്ങനെ എഴുതണം എന്നുള്ളതും ഫീൽഡ് വർക്കിന്റെ ബേസിക് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ അകത്തെല്ലാം മറഞ്ഞു കിടക്കുന്നൊരു വലിയ സാധനമുണ്ട്. ഓക്കെ, അത് ഈ ടെക്സ്റ്റ് ബുക്കുകളുടെ ഏറ്റവും അവസാനത്തെ പേജുകളിലേ കാണാൻ പറ്റും. അത് പൊതുവെ ആരും ശ്രദ്ധിക്കാതെ എല്ലാം എഴുതി വരുമ്പോഴാണ് അയ്യോ ഇങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നോ എന്ന് തിരിച്ചറിയുന്നു. ആ സാധനമാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ 2ാമത്തെ സെമസ്റ്റർ മുതൽ ഈ 15 ദിവസം വെച്ച് ഓരോ സ്ഥാപനങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അവിടെ വർക്ക് ചെയ്ത് 15 ദിവസം നമ്മൾ വർക്ക് ചെയ്തു. അതിപ്പോൾ നോർമൽ ഓഫീസ് പണി ആയാലും കുഴപ്പമില്ല. നമ്മൾ രാവിലെ പോയി കസാര അടുക്കിയിട്ടു, നമ്മൾ ഫയൽ റെഡിയാക്കി, നമ്മൾ അത് എടുത്തു കൊടുത്തു, ഇതെടുത്തു കൊടുത്തു, നോർമൽ ഓഫീസ് പണിയല്ല. പക്ഷെ അതെല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മളെ ആ സെമസ്റ്ററിൽ പഠിപ്പിച്ച ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ സെപ്പറേറ്റ് ഒരു പ്രൊജക്റ്റ് പോലെ ചെയ്ത് വെക്കണം. ഉദാഹരണത്തിനകത്ത് ഇപ്പോൾ കൗൺസിലിംഗ് ചെയ്യാനായിട്ട് നമ്മളെ പഠിപ്പിച്ചു. അപ്പം ഞാനൊരു കൗൺസിലിംഗ് സെൻറ്ററിൽ പോയി 15 ദിവസം നോർമലായിട്ടൊക്കെ പണിയെടുത്തു, ഓഫീസിൽ ഇച്ചിരി തൂത്തുകയും തുടക്കുകയും ചെയ്തു, ഫയലുകളൊക്കെ അടുക്കി വെച്ചു, പുതുതായിട്ട് വന്ന കൗൺസിലിങ്ങിന് വന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ചു. അത് നോർമൽ ഓഫീസ് പണി. അത് 15 ദിവസത്തെ റിപ്പോർട്ടിൽ എഴുതാം. പക്ഷെ അതിനുശേഷം ഞാൻ അവിടുത്തെ മെയിൻ കൗൺസിലറുമായിട്ട് ഇരുന്ന് ഒരു വ്യക്തിയെ സ്പെഷ്യലായിട്ട് കൗൺസിലിംഗ് ചെയ്തു എന്ന് എടുത്ത് കാണിക്കണം. അത് എൻ്റെ പ്രൊജക്റ്റാണ്. അത് എൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സെപ്പറേറ്റ് പ്രൊജക്റ്റാണ്. അത് നിങ്ങൾ ഈ 15 ദിവസത്തെ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം ആ റിപ്പോർട്ട് എഴുതുവാനായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും ഓർക്കുക. അപ്പോൾ യൂഷ്വലി പിള്ളേർ 15 ദിവസത്തെ റിപ്പോർട്ട് എഴുതി തീർത്തതിന് ശേഷം എല്ലാം തീർന്നു എന്ന് വിചാരിക്കാൻ അവിടെ കൊണ്ട് തീരുന്നില്ല. അതിന് ശേഷം ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് എഴുതണം. ഈ പ്രൊജക്റ്റ് റിപ്പോർട്ട് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഏറ്റവും അവസാനം നിങ്ങൾക്ക് കുറച്ച് സമ്മറി റിപ്പോർട്ടും സെൽഫ് ഇവാലുവേഷൻ റിപ്പോർട്ട്. സമ്മറി റിപ്പോർട്ടിനകത്ത് നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്ന് ചുരുക്കി ഒറ്റ വാക്കിൽ എഴുതി വെക്കുക. ഓരോ ദിവസവും നിങ്ങൾ എവിടെ പോയി അങ്ങനെയൊക്കെ. അത് ഒത്തിരി പ്രത്യേകിച്ച് തകർത്തെഴുതൊന്നുമില്ല. സെൽഫ് ഇവാലുവേഷൻ റിപ്പോർട്ടിനകത്ത് നിങ്ങൾ ഒരു ഫുള്ള് സെമസ്റ്ററിൻ്റെ ഫീൽഡ് വർക്ക് ചെയ്തതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ സ്വയമായിട്ട് പഠിച്ചു എന്നുള്ളത് എഴുതുന്നതാണ് സെൽഫ് ഇവാലുവേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്കുള്ളത്. എന്നാൽ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയട്ടെ. നിങ്ങളിതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കേൾക്കുന്നുണ്ട്, എല്ലാം മനസ്സിലാവത്തില്ല. ഞാൻ ഇതുവരെ മൊത്തത്തിൽ 10-600 കൂടുതൽ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് ലൈവായിട്ട് ക്ലാസ്സുകളിലൂടെ. കഴിഞ്ഞ 4 വർഷമായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഈ 4 വർഷത്തിൻ്റെ അകത്ത് വെച്ച് ആദ്യത്തെ 1-1.5-2 വർഷത്തോളം എനിക്ക് ഓരോ കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. ഞാൻ ആ പണ്ടാരം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ തിരക്കെല്ലാം ഒഴിഞ്ഞിട്ട് ഫീൽഡ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്കും ഈ ഇരിക്കുന്ന ഇരുത്തയിലെല്ലാം തലയിൽ കയറത്തില്ല. എന്നാൽ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കേൾക്കാം. ഇത് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ തളർന്നു പോകല്ലേ. കാരണം നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മുടെ ഇഗ്നു വഴി PSW MSW ചെയ്യുന്ന ഭയങ്കര എളുപ്പമാണ്. എക്സാം ഒന്നും ഒട്ടും പാടല്ല. ചുമ്മാതെ എന്ത് എഴുതിയിട്ട് വന്നാലും ഒരു 15 പേപ്പറോളം എഴുതിയിട്ടുണ്ടെങ്കിൽ പാസ്സാവും. ഇവിടെയൊക്കെ ഓരോ പിള്ളേരെയാണ് അവർ സിനിമയിലൊക്കെ കണ്ട കഥയൊക്കെ തിരിച്ചു മറിച്ച് സോഷ്യൽ വർക്കറിനെ പോലെ എഴുതി വെച്ച് വന്നെന്നൊക്കെ പറഞ്ഞ് കുറേ അധികം പിള്ളേരെ ഞാൻ എക്സാം ഹാളിൽ പോകുമ്പോൾ കാണാറുണ്ട്. അങ്ങനെയുള്ള പിള്ളേരെ പോലും പാസ്സായി വരും. പക്ഷേ അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് പാടായിട്ട് ഇച്ചിരി ഫീൽഡ് വർക്ക് വരുന്നതിൽ ആരും തെറ്റുമില്ല. കുറച്ചെങ്കിലും ഒന്ന് കഷ്ടപ്പെടണ്ടേ, ഒരു ഡിഗ്രി എടുക്കുമല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് വരാം. ടെക്സ്റ്റ് ബുക്കിലോട്ട് വരുമ്പോൾ ആദ്യമേ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഷീറ്റ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതേണ്ട പ്രൊഫൈൽ ഷീറ്റാണിത്.
ഓക്കെ, ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 4ാമത്തെ സെമസ്റ്ററിലുള്ള ഫീൽഡ് വർക്കിൻ്റെ ഇവിടെ നിങ്ങളുടെ ഫീൽഡ് വർക്ക് സൂപ്പർവൈസറിൻ്റെ പേര് എഴുതണം. എന്നാൽ 5ാമത്തെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ എവിടെ പോയാണ് കൺകറൻറ്റ് വിസിറ്റ് ചെയ്തത് അതിൻ്റെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ അത് ഓർക്കുക. 2ാമത്തെ സെമസ്റ്റർ മുതൽ നിങ്ങൾ ഓറിയൻറ്റേഷൻ വിസിറ്റ് എവിടെ ചെയ്തു എന്നല്ല എഴുതേണ്ടത്, കൺകറൻറ്റ് വിസിറ്റ് എവിടെ ചെയ്തു എന്നാണ് എഴുതേണ്ടത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാനൊന്ന് പറയട്ടെ. ഈ ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ ഉണ്ട് ചില സ്റ്റുഡൻസ് 2020 ബാച്ചാണ്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ഫ്രണ്ട് ഫേസിങ് ഷീറ്റോ എന്തെങ്കിലുമൊക്കെ പൂരിപ്പിക്കാനുള്ളത് മോറോലെസ് സെയിം ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ അതനുസരിച്ച് പൂരിപ്പിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. യൂഷ്വലി പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡൗട്ട് വരുന്ന ഡേറ്റ് റിലേറ്റഡ് ആണ്. ഡേറ്റ് റിലേറ്റഡ് കാര്യത്തെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് ഇത് ഈ ഫസ്റ്റത്തെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി ഫ്രണ്ട് ഫേസിങ് ഷീറ്റിൻ്റെ 2ാമത്തെ പേജിലോട്ട് വരുമ്പോഴത്തേക്കും ഫീൽഡ് വർക്ക് സൂപ്പർവൈസറിൻ്റെ പേര്, അഡ്രസ് ഓഫ് ദ സൂപ്പർവൈസർ ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇതിൻ്റെ അത് സൂപ്പർവൈസറിൻ്റെ വീട്ടഡ്രസ്സ് അല്ല എഴുതി വെക്കേണ്ടത്, പുള്ളിക്കാരൻ ഏത് സ്റ്റഡി സെൻറ്ററിൽ പഠിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും അതൊക്കെ. ഇത് നിങ്ങൾ പൂരിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബേസിക്കലി ഇത് സൂപ്പർവൈസർ പൂരിപ്പിക്കേണ്ടതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സൂപ്പർവൈസർ ഇതൊന്നും പൂരിപ്പിക്കത്തില്ല. അവരിതെല്ലാം പറഞ്ഞിട്ട് നമ്മളോട് തന്നെ ചെയ്യാൻ പറയും. കാരണം അവർക്ക് വയ്യ മടിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവർ കുറേ സ്ഥലങ്ങളിൽ ഓൾറെഡി പഠിപ്പിക്കുകയെന്നേ. അപ്പോൾ അവരെ കൊണ്ടൊന്നും ഇതിന് സമയം കാണത്തില്ല. അപ്പം നിങ്ങൾ പൂരിപ്പിച്ചാൽ പൂരിപ്പിച്ചോ, പക്ഷെ അതല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർവൈസർ പൂരിപ്പിക്കും. പക്ഷെ ഓർക്കണം, സൂപ്പർവൈസറാണ് ഇവിടെ ഒപ്പിടേണ്ടത്. സൂപ്പർവൈസറിൻ്റെ സൈനും സീലും വേണം, വേറെ ആരുടെ സൈനും സീലും ഇട്ട് വെക്കല്ലേ. അല്ലെങ്കിൽ നിങ്ങളായിട്ട് അറിയാതെ ഒപ്പൊന്നും ഇട്ട് പോകല്ലേ. ഈ ഒപ്പിടേണ്ട കാര്യത്തിൽ തിരിഞ്ഞു മറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്നും പറഞ്ഞ് പുതിയ ടെക്സ്റ്റ് ബുക്ക് കാണാൻ പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടി വരും. നിങ്ങൾ നോർമലായിട്ട് ഫീൽഡ് വർക്ക് എഴുതുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ചെറുതായിട്ട് വെട്ടി വൈറ്റ്നറൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് തിരുത്തി എഴുതാം. പക്ഷെ കാര്യമായിട്ട് ഒപ്പിട്ട സ്ഥലത്തൊക്കെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് മായ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എഴുതിയതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഫീൽഡ് വർക്ക് ജേർണൽ തിരിച്ചയച്ചു തരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ ഗൗരവത്തോടെ അതിനെ കാണണം. ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ഞെട്ടിക്കുന്നൊരു കാര്യം ഞാൻ പറയും, അത് കേൾക്കാൻ ഇച്ചിരി വെയിറ്റ് ചെയ്യാം. ഇത് ഇവിടെ നിങ്ങളിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരികയാണ്. ഇന്ന വ്യക്തി, ഇന്ന എൻറോൾമെന്റ് നമ്പറുള്ള വ്യക്തി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഒപ്പിടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ഫീൽഡ് വർക്ക് സൂപ്പർവൈസറിനെ കൊണ്ട് ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ ഈ സർട്ടിഫിക്കറ്റിനകത്ത് നിങ്ങൾക്ക് എല്ലാം എഴുതി ഒപ്പിട്ട് എന്നൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിന് താഴോട്ട് വരുമ്പോൾ ഫീൽഡ് വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്തൊക്കെ നിങ്ങൾ വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. പിന്നെ എങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ ഒരു പ്രീ ടേം സെൽഫ് അസസ്മെൻറ്റ് ഫോം. ഇതിനകത്ത് വേറെ ഒന്നുമില്ല, നിങ്ങൾ കാര്യങ്ങളിലെല്ലാം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെല്ലാം നോളജ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ഒരു ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ ടിക്കോ എസ്സോ നോയോ എന്താണെന്ന് വെച്ചാൽ ഇട്ടോ. ഇതിനകത്തൊന്നും മാർക്ക് കുറേ കൂടുതലൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതാണ് ലോഗ് ഷീറ്റ്. ലോഗ് ഷീറ്റിനകത്ത് നിങ്ങൾ ഓരോ സ്ഥാപനങ്ങളിൽ ഏതൊക്കെ ദിവസങ്ങൾ പോയി അവിടെ നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ സൂപ്പർവൈസറിൻ്റെ ഒപ്പം വേണം. ഈ സൂപ്പർവൈസറിനെ പറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയട്ടെ. നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിലുള്ള സൂപ്പർവൈസർ തന്നെ വേണം എന്ന് നിർബന്ധമില്ല. ഇവിടെ നിങ്ങൾ എഴുതിയിരിക്കുന്ന കാണാൻ പറ്റും സ്റ്റഡി സെൻറ്റർ തന്ന സൂപ്പർവൈസറിൻ്റെ തന്നെ എടുക്കണമെന്ന്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റഡി സെൻറ്ററിൽ സൂപ്പർവൈസറുകൾ അവൈലബിൾ അല്ല. ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് എൻ്റെ സ്റ്റഡി സെൻറ്ററിൽ സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരാളെ ഇല്ലായിരുന്നു 2 വർഷത്തോളം. ഞാൻ അവിടെ പോയിട്ട് അവരൊന്നും പറഞ്ഞു തരത്തില്ലായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ദേഷ്യം വന്ന്, എൻ്റെ ഓഫീസിൻ്റെ അടുത്തായിരുന്നു എൻ്റെ സ്റ്റഡി സെൻറ്റർ. ഞാൻ ഓഫീസിൻ്റെ ലഞ്ച് ബ്രേക്ക് സമയത്ത് പെട്ടെന്ന് ചോറ് കഴിച്ചതിന് ശേഷം ഞാൻ അവിടെ പോയി കുത്തിയിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞു തരാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല. ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പിന്നെയും പോകുന്ന കാലത്ത് കണ്ടിട്ടാണ് അവരെ ഏറ്റവും അവസാനം ഓരോന്ന് പറഞ്ഞു തന്നത്. അവർ തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അന്വേഷിച്ചു. പിന്നെ അവരായിട്ട് നല്ല കൂട്ടായി. അങ്ങനെ കുറേ കിടന്ന് കഷ്ടപ്പെട്ട് ഫൈനലി
എൻ്റെ സ്റ്റഡി സെൻറ്ററിൽ ഒരു സൂപ്പർവൈസർ വന്നു. ഒത്തിരി ഞാൻ കടന്ന് ഉരുണ്ട് മറിഞ്ഞു. എന്നാലിപ്പോൾ സന്തോഷമുണ്ട്, ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷം വേറെ കുറേ പിള്ളേർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. നമുക്ക് നല്ലൊരു സൂപ്പർവൈസറിനെ കിട്ടി. പക്ഷേ നമുക്ക് സൂപ്പർവൈസർ വരുന്നതിന് മുന്നേ നമ്മളോട് പറഞ്ഞിരുന്നത് ഇഗ്നൂയിലുള്ള ഏതൊരു MSW പഠിച്ച് സ്പെസിഫിക്കേഷൻ ഉള്ള സൂപ്പർവൈസറിൻ്റെ അടുത്ത് നമുക്ക് പോവാം. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ സൂപ്പർവൈസർ ആളത്ര ശരിയല്ല എന്ന് തോന്നുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതൊരു സൂപ്പർവൈസറിൻ്റെ അടുത്തേക്ക് പോകാവുന്നതാണ്. പിന്നെ ഇത് യൂഷ്വലി ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇതിങ്ങനെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളൊരു അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. എന്നാലും ഞാൻ പഠിപ്പിക്കുന്നതിൽ കൂടുതലും സ്ത്രീകളായിരുന്നതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊക്കെ കേൾക്കാൻ ഇടയായ ഒരു കാര്യം, ചില സൂപ്പർവൈസർമാർ അത്ര ശരിയായ ആൾക്കാരല്ല. ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നതിൻ്റെ അകത്ത് 2 ചേച്ചിമാര്, അവര് കൊല്ലത്ത് എൻ്റെ സ്റ്റഡി സെൻറ്റർ അല്ലായിരുന്നു, വേറൊരു സ്റ്റഡി സെൻറ്ററിലായിരുന്നു. അവിടെ ഫീൽഡ് വർക്ക് സബ്മിറ്റ് ചെയ്യാൻ പോയ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർവൈസർ സാറ് ആവശ്യമില്ലാതെ ഒട്ടലും ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ അവസാനം ഞാനിതെല്ലാം കേട്ടിട്ട് കേസ് കൊടുക്കാനായിട്ടും പ്രശ്നം ഉണ്ടാക്കാനൊക്കെ പോയതാണ്. പക്ഷെ ആ ചേച്ചിമാർ പേടിച്ച് മാറിപ്പോയി, അതുകൊണ്ട് അത് സാധിച്ചില്ല. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ഈ കോളേജിൽ ഇരിക്കുന്ന ഈ പ്രൊഫസർമാരും സൂപ്പർവൈസർമാരും ആളത്ര ശരിയല്ല. ഞാനിത് യൂട്യൂബിലും കൂടെ വീഡിയോ ഇടുകയാണ്, ഞാൻ ധൈര്യത്തോടെ പറയാണ്, അത്ര ശരിയായ ആൾക്കാരൊന്നും അല്ല അവിടെ ഈ കുത്തിയിരിക്കുന്നത്. അപ്പോൾ അതും കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒത്തിരി ഓവറായിട്ട് ഇവന്മാരായിട്ട് ക്ലോസ് ആവാനായിട്ടൊന്നും പോകണ്ട. സൂപ്പർവൈസറാണ്, പിന്നെ അവരടുത്ത് പോയി നമ്മൾ നമ്പി ഇരിക്കേണ്ട ആവശ്യമില്ല, കെഞ്ചി ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ആണ്. അവരോട് നമുക്ക് കാര്യമായിട്ട് നമുക്ക് ഉറച്ച് സംസാരിക്കാം. ഓക്കെ, അവരെ പോയി ചീത്ത വിളിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ അവകാശങ്ങൾക്ക് ഉറച്ച് സംസാരിക്കാം. ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയ സമയത്ത് കോഴിക്കോടിലുള്ള സ്റ്റഡി സെൻറ്റർ ഭയങ്കര വിഷയമായിരുന്നു. അവിടെ ഫീൽഡ് വർക്കും അസൈൻമെൻറ്റിലും പല നിയമങ്ങൾ അവർ തന്നെ മാറ്റി. ഏറ്റവും അവസാനം എൻ്റെ സ്റ്റുഡൻസ് എല്ലാം പ്രാന്തായി. എന്താണെന്ന് അറിയാതെ ഞാൻ അവിടുത്തെ ഡയറക്ടറിൻ്റെ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിച്ചു. അപ്പം ഡയറക്ടറിൻ്റെ നമ്പർ എടുത്ത് ഞാൻ വിളിച്ചിട്ട് ഞാൻ അവിടുത്തെ തന്നെ ഒരു സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞ് കാര്യമായിട്ട് കുറേ നേരം ഞാൻ ശരിക്കും സംസാരിച്ചു. അതിനുശേഷം പുള്ളിക്കാരന് മനസ്സിലായി ഇങ്ങനെ പോയ പുള്ളി പെട്ടുപോകും. അങ്ങനെ പിന്നെ പുള്ളി പറഞ്ഞു, എല്ലാം തിരുത്തി മരുത്തിയൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ പിള്ളേർ ഫീൽഡ് വർക്കൊക്കെ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തത്. അപ്പം നിങ്ങൾ ഈ സാധനം സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഈ ടീച്ചർമാരെന്ന് പറഞ്ഞിരിക്കുന്ന മിക്ക പേരും സത്യത്തിൽ അവർക്ക് ഹൃദയം കൊണ്ട് അവർ അധ്യാപകരൊന്നും അല്ല, അവർ വെറും 4 പൈസ ഉണ്ടാക്കാനിരിക്കുന്ന ആൾക്കാർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങളെ ഒത്തിരി തട്ടാനും ഉരുട്ടാനും നോക്കും. നിങ്ങൾ വീണ് കൊടുക്കല്ലേ, കാരണം നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യമാണ്. എക്സാം എന്തും ചെയ്ത് പാസ്സാവാം. എക്സാം നിങ്ങൾ നാളെ എക്സാം ആണ്, ഇന്ന് രാത്രി ഇരുന്ന് പഠിച്ചാലും പാസ്സാവും. അങ്ങനെയാണ് എക്സാം. പക്ഷെ ഫീൽഡ് വർക്കിനകത്ത് നമുക്കൊരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ലോക്ക് ഷീറ്റ് എഴുതി നിങ്ങളുടെ സൂപ്പർവൈസർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പോവാം. ഇതിന് ശേഷം ഇൻഡക്ഷൻ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇൻഡക്ഷൻ എന്ന് പറയുന്ന വാക്ക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ സൂപ്പർവൈസർ നിങ്ങളെ പിടിച്ചിരുത്തി ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരണം. മനസ്സിലായി? ഞാൻ പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസറാണ് പറഞ്ഞു തരേണ്ടത്. പക്ഷേ സൂപ്പർവൈസർമാർ അങ്ങനെ പറഞ്ഞു തരാറില്ല യൂഷ്വലി. അപ്പോൾ അതും കൊണ്ട് എന്നെ പോലുള്ള ആൾക്കാർ വന്ന് നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരും. എനിവേസ്, ഇൻഡക്ഷൻ മീറ്റിംഗിൻ്റെ അകത്ത് ഒരു സൂപ്പർവൈസർ ആദ്യമായി പുതുതായിട്ട് പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് എങ്ങനെയാണ് ഫീൽഡ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. ഇത് എല്ലാ ടെക്സ്റ്റ് ബുക്കിൻ്റെ തുടക്കത്തിലും നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഇൻഡക്ഷൻ മീറ്റിംഗ്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, എനിക്ക് ഇന്ന് വരെ ഇൻഡക്ഷൻ മീറ്റിംഗ് കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ പഠിച്ച ഒരു പിള്ളേർക്കും ഇന്ന് വരെ ഇൻഡക്ഷൻ മീറ്റിംഗ് കിട്ടിയിട്ടില്ല. എന്നാൽ നമ്മളെല്ലാവരും ഇൻഡക്ഷൻ മീറ്റിംഗ് നമ്മളുടെ സൂപ്പർവൈസർ തന്നു എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അതാണ് ഇഗ്നുവിൻ്റെ വേറെ രസം. നടക്കാത്ത പല കാര്യങ്ങളും നടന്നു എന്ന് പറഞ്ഞ് നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. കാരണം ഇവരുടെ ഓർഗനൈസിങ് രീതിയും കോർഡിനേഷനും ഒന്നും അത്ര ശരിയല്ല. അപ്പോൾ ഇവർ ചിലപ്പോൾ ഒരു ഇൻഡക്ഷൻ മീറ്റിംഗ് 10 പിള്ളേരെ വെച്ചങ്ങ് നടത്തിയിട്ട് പറയും, അയ്യോ നമ്മൾ 10 പിള്ളേരെ വെച്ച് നടത്തിയായിരുന്നു, നീയൊക്കെ എവിടെയായിരുന്നു ആ സമയത്ത് എന്ന് ചോദിച്ചോളെ. അപ്പോൾ അതുകൊണ്ട് ഇൻഡക്ഷൻ മീറ്റിംഗ്, നടക്കാത്ത മീറ്റിംഗ് നമുക്ക് നടന്നു പറഞ്ഞ് എഴുതേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ. എന്നാൽ ഞാനൊരു വാർണിംഗ് തരട്ടെ, ഇത് എഴുതുന്നതിന് മുന്നേ സൂപ്പർവൈസറിനെ അറിയിച്ചിരിക്കണം. സൂപ്പർവൈസറിനോട് ചോദിക്കണം, സാറേ ഇൻഡക്ഷൻ മീറ്റിംഗ് എടുത്ത് തരാമോ,
അല്ലെങ്കിൽ ഞാൻ ഇൻഡക്ഷൻ മീറ്റിംഗ് അങ്ങ് എഴുതി പൊക്കോട്ടെ എന്ന് ചോദിക്കണം. അയാൾ എഴുതി പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു മീറ്റിംഗ് നടന്നായിരുന്നു എന്ന് പറഞ്ഞ് എഴുതുക. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന കാര്യമില്ലേ, ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ തിരുത്തി മരത്തി മനസ്സിലായ രീതിയിൽ എഴുതിയാൽ മതി. പക്ഷേ പ്രണവ് എന്ന് പേരെഴുതല്ല, നിങ്ങളുടെ സൂപ്പർവൈസറുടെ പേര് എഴുതുക. ഇതാണ് ഇൻഡക്ഷൻ മീറ്റിംഗ്. ഇനി ഇൻഡക്ഷൻ മീറ്റിംഗ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇൻഡിവിജ്വൽ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫീൽഡ് വർക്കിൻ്റെ എല്ലാ 5 പരിപാടി കഴിയുമ്പോൾ, അത് നിങ്ങൾ 5 സ്ഥാപനത്തിൽ പോയി വിസിറ്റ് ചെയ്തോ, ഇനി നിങ്ങൾ 5 ദിവസം ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്തോ, എല്ലാ 5 പരിപാടി കഴിയുമ്പോഴും നിങ്ങളുടെ സൂപ്പർവൈസറുമായിട്ട് നിങ്ങളൊരു 1-to-1 കോൺഫറൻസിലിരുന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യും. സാറേ, ഞാൻ ഇന്ന കാര്യങ്ങൾ പഠിച്ചില്ല, ഞാൻ ഇതൊക്കെ ചെയ്തു, എനിക്ക് ഇന്ന സംശയങ്ങളുണ്ട്, ഞാൻ ചെയ്ത രീതികളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മൾ സൂപ്പർവൈസറെ ഡിസ്കസ് ചെയ്യും. എന്നാൽ ഇൻഡക്ഷൻ മീറ്റിങ്ങിന് പോലും ഇരിക്കാത്ത നമ്മളുടെ സൂപ്പർവൈസർമാരെ എല്ലാ 5 പരിപാടി കഴിയുമ്പോഴും നമ്മളുടെ കൂടെ ഇരുന്ന് നമുക്കൊന്നും പറഞ്ഞു തരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് നമ്മൾ എഴുതേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഓക്കെ, ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾ സൂപ്പർവൈസറിനായിട്ട് ഞാൻ ഇങ്ങനെ മീറ്റിങ്ങിൽ ഇരുന്നായിരുന്നു, സൂപ്പർവൈസർ എനിക്കിത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളി കുത്തി നിറച്ച് വെച്ചോ. എന്നാൽ ഇത് എഴുതുന്നതിന് മുമ്പ് സൂപ്പർവൈസറിനോട് ചോദിക്കണം, സാറേ ഞാൻ ഇൻഡിവിജ്വൽ കോൺഫറൻസ് എഴുതട്ടെ, അതോ സാറൊരു കോൺഫറൻസ് എടുത്ത് തരുമോ എന്ന് ചോദിക്കണം. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മളുടെ ഫസ്റ്റത്തെ ഓറിയൻറ്റേഷൻ വിസിറ്റ് എഴുതാൻ വരുന്നത്. ഈ ഓറിയൻറ്റേഷൻ വിസിറ്റ് ചെയ്യാൻ എങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാമെന്ന് ഇവിടെ ഒന്നുകൂടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, ഒരു സ്ഥാപനത്തിൽ പോയാൽ എന്തെല്ലാം ചോദിക്കണം എന്നിവിടെ എഴുതിയിട്ടുണ്ട്. സ്ഥാപനത്തിൻ്റെ പേര്, അഡ്രസ്സ്, എക്സെട്ര 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 കുറേ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ടോ. ഈ കൊടുത്തിരിക്കുന്ന രീതിയിൽ ആ ഓർഡറിൽ തന്നെ നിങ്ങൾ താഴോട്ട് എടുത്ത് എഴുതണം. ഓക്കെ, ഇവിടെ ഓരോ കാര്യം എന്തുവാണെന്ന് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഇവിടെ എക്സ്പ്ലനേഷൻ ഇല്ലാതെ ജസ്റ്റ് ഒറ്റ വരിയിലും എഴുതിയിട്ടുണ്ട് നിങ്ങൾ എന്തെല്ലാമാണ് ചോദിക്കേണ്ടതെന്ന്. ഇതൊക്കെ പോയി ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ താരം എഴുതാനായിട്ടുള്ള സ്ഥലങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ടോ, ഡേറ്റ്, ടൈം, ഡ്യൂറേഷൻ, എത്ര സമയം നിങ്ങളൊരു സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു, ആ ഓർഗനൈസേഷനിൽ എന്തൊക്കെ പഠിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് അറിയാമോ, ഉദാഹരണത്തിന് അത് നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയി ചോദ്യങ്ങൾ ചോദിച്ചാൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന് അത് നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്ര സൂഹിക്കത്തില്ല. അല്ലെങ്കിൽ അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്, അല്ലാണ്ട് ഇവിടെ സോഴ്സ് ഓഫ് ഫണ്ടിങ് എന്ന് കൊടുത്തേക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറഞ്ഞെടുത്തു. അപ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അവർ തരുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് എഴുതുമ്പോൾ ഉണ്ടല്ലോ, ആ ഹെഡിങ് എഴുതുക. ഹെഡിങ് എഴുതിയതിന് ശേഷം നോട്ട് ആൻസേർഡ് എന്ന് എഴുതി വെക്കണം. സോ ദാറ്റ് ഈ ചെക്ക് ചെയ്യുന്ന ആൾക്ക് ഇങ്ങനെ തോന്നാൻ പാടില്ല നിങ്ങൾ എഴുതാൻ വിട്ടുപോയത്. അവർ വായിക്കുമ്പോൾ അവർക്ക് തോന്നണം നിങ്ങൾ അവരോട് ചോദിച്ചായിരുന്നു പക്ഷെ അവരതിന് ഉത്തരം തന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുക. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യത്തിലോട്ട് വരാം മക്കളെ. ഈ ഓറിയൻറ്റേഷൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാട് നീളെ ഉള്ള 10-20 സ്ഥാപനത്തിൽ കയറി ഇറങ്ങണ്ട. ഇപ്പം ഈ ഫസ്റ്റ് ടെക്സ്റ്റിൽ 20 സ്ഥാപനം, പിന്നീടുള്ള എല്ലാ ടെക്സ്റ്റിലും 5-5 വെച്ച് നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോകണം. നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കി എഴുതി വെക്കാം. ഒരു രീതി പറഞ്ഞൊരു അൺഎത്തിക്കലാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെല്ലാവരും കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായി പല ജോലിയും തിരക്കും മറ്റേത് മറിച്ചതിലൊക്കെ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാ ലോകം നീടെ കറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കി സമാധാനത്തോടെ എഴുതി വയ്ക്കാം. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് NGOs നിയർ മീ അല്ലെങ്കിൽ ഓർഫനേജസ് നിയർ മീ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് വരും. വെബ്സൈറ്റിനകത്ത് അവരുടെ എല്ലാ ഹിസ്റ്ററിയും കാണും. അത് നോക്കി ഒരു റിപ്പോർട്ട് എഴുതി അങ്ങ് സബ്മിറ്റ് ചെയ്യുക. മനസ്സിലായോ? അല്ല അത് അവിടെ ഇവിടെ ചുമ്മാതെ കറങ്ങി നടന്ന് ഉള്ള പെട്രോളും കളഞ്ഞ് വെയിൽ കൊണ്ട് കറുത്തു പോകുന്നതല്ലാതെ വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇതായിരുന്നു ഓറിയൻറ്റേഷൻ വിസിറ്റിനെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. എല്ലാ 5 ഓറിയൻറ്റേഷൻ വിസിറ്റ് എഴുതി കഴിയുമ്പോഴും പിന്നെ ഇൻഡിവിജ്വൽ കോൺഫറൻസിന് വേണ്ടിയിട്ട് സ്ഥലം വരും. അപ്പോൾ അവിടെ നിങ്ങൾ ഇൻഡിവിജ്വൽ കോൺഫറൻസ് നടന്നു എന്ന് പറഞ്ഞ് ചുമ്മാ തള്ളി എഴുതി വെക്കണം. ഓക്കെ, നടക്കാത്ത കാര്യം നടന്നു എന്ന് പറഞ്ഞ് എഴുതണം. വേണ്ടേ, ഇവിടെ ഇൻഡിവിജ്വൽ കോൺഫറൻസ് ചെയ്തൊരു സ്ഥലം കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം, ഇതിനകത്തൊക്കെ ഡേറ്റും ഡേ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എന്നാലും ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുക.
നിങ്ങൾ ഏത് ഡേറ്റിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ആ ഡേറ്റ് തന്നെ മെൻഷൻ ചെയ്യണം. നിങ്ങൾ ഉദാഹരണത്തിനകത്ത് 10-ാം തീയതി ഇതെല്ലാം ചെയ്തതിന് ശേഷം 20-ാം തീയതി ആയിരിക്കും റിപ്പോർട്ട് എഴുതുന്നത്. റിപ്പോർട്ട് എഴുതുന്ന ഡേറ്റ് അല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ ഏത് ദിവസമാണ് ഫീൽഡ് വർക്കിന് പോയത് ആ ദിവസത്തെ ഫീൽഡ് വർക്ക് വേണം നിങ്ങൾ എഴുതുക, ആ ഡേറ്റ് വേണം കൊടുക്കാൻ. എന്നാൽ ഇതിനകത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ, ഇത് പല പിള്ളേരും വിട്ടുപോകും. നിങ്ങൾ ഒരു സെമസ്റ്ററിൻ്റെ ഫീൽഡ് വർക്ക് ചെയ്ത് തീർത്ത് കുറച്ച് ഗ്യാപ്പിന് ശേഷം മാത്രമേ അടുത്ത സെമസ്റ്ററിൻ്റെ ഫീൽഡ് വർക്ക് ചെയ്യാവൂ. സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാം കൊണ്ടുവന്ന് ഒരുമിച്ച് അങ്ങ് സബ്മിറ്റ് ചെയ്യാം. പക്ഷെ ഒരു സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇടണം. ഗ്യാപ്പ് ഇട്ടില്ലെങ്കിൽ അവർ സ്വീകരിക്കത്തില്ലേ? ഗ്യാപ്പ് ഇട്ടില്ലെങ്കിൽ അവർ സ്വീകരിക്കും. ഉദാഹരണത്തിനകത്ത് നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ 15 ദിവസം ജോലി ചെയ്യണം, തേർഡ് സെമസ്റ്ററിൽ 15 ദിവസം ജോലി ചെയ്യണം. അപ്പം നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയി പറയുകയാണ്, എനിക്ക് 2 സെമസ്റ്ററിൽ 15 വെച്ച് 30 ദിവസം ജോലി ചെയ്യാനുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ മെയ് 1 തൊട്ട് 15 വരെ ജോലി ചെയ്തിട്ട് അത് സെക്കൻഡ് സെമസ്റ്ററിനും, പിന്നെ മെയ് 16 മുതൽ മെയ് 30 വരെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്കൻഡ് സെമസ്റ്ററിനായിട്ട് ചെയ്തോട്ടെ. അപ്പോൾ അവർ ചെയ്തോളാൻ പറയും. അപ്പം അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, മനസ്സിലായോ? ഒരേ സെമസ്റ്ററിലുള്ളത് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിരുന്നാൽ നല്ലതാണ്. ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് നല്ലതാണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഇവന്മാർ ചിലപ്പോൾ ഒരേ സമയത്ത് 2 സർട്ടിഫിക്കറ്റ് തരാനായിട്ട് മടിക്കും. കാരണം എല്ലാ ഫീൽഡ് വർക്ക് സെമസ്റ്ററിന് സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അപ്പോൾ നിങ്ങൾ 5-ാമത്തെ 6-ാമത്തെ ഫീൽഡ് വർക്ക് ഒരുമിച്ച് പോയി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ 5-നും 6-നും കൂടെ 2 സർട്ടിഫിക്കറ്റ് തരാൻ മടിക്കും. അവർ സർട്ടിഫിക്കറ്റ് തരാൻ റെഡിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. പക്ഷേ ഇതിനകത്തൊരു ചെറിയ ടെസ്റ്റ് ഇനിയും ഉണ്ട്. ഓരോ ഇയറിലുള്ള 2 സെമസ്റ്റർ നിങ്ങൾക്ക് ഒന്നിൻ്റെ പുറകെ ഒന്ന് ചെയ്യാം. ഉദാഹരണത്തിന് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ഉണ്ട്. ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ഒന്നിൻ്റെ പുറകെ ഒന്ന് ചെയ്യാം. സെക്കൻഡ് ഇയറിലെ സെക്കൻഡ് സെമസ്റ്ററും തേർഡ് സെമസ്റ്ററും ഉണ്ട്. തേർഡ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും തേർഡ് സെമസ്റ്ററും ഒന്നിൻ്റെ പുറകെ ഒന്ന് ചെയ്യാം. പക്ഷേ സെക്കൻഡ് ഇയറിലുള്ള കാര്യവും തേർഡ് ഇയറിലുള്ള കാര്യം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പാടില്ല. സെക്കൻഡ് ഇയറും തേർഡ് ഇയറിനും, അല്ലെങ്കിൽ തേർഡും ഫോർത്ത് സെമ്മും ഫിഫ്ത്ത് സിക്സ്ത്ത് സെമ്മും ചെയ്യുന്ന തമ്മിൽ ഇച്ചിരി ഗ്യാപ്പ് വേണം. ഐഡിയലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഈ ചേച്ചി പറഞ്ഞ പോലെ 3-4 മാസത്തെ ഗ്യാപ്പ് വേണം. ഓക്കെ, സാധാരണ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ഓരോ വർഷത്തിൻ്റെ ഗ്യാപ്പാണ് പറയുന്നത്. ഓരോ വർഷത്തിൻ്റെ ഗ്യാപ്പ് ഇടാൻ പറ്റിയാൽ നല്ലത്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നമ്മൾ ചെയ്യാതിരുന്നിട്ട് ഏറ്റവും അവസാനം ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വർഷത്തിൻ്റെ ഗ്യാപ്പ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ 1-2 മാസത്തെ ഗ്യാപ്പ് ഇട്ട് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ നമ്മളെല്ലാ ഫീൽഡ് വർക്കും കൂടെ ചെയ്ത് തീർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നാലും ഞാൻ ഇവിടെ ഇങ്ങനെ പറയുന്നില്ല, റിജക്റ്റ് ആയി വരുമെന്നൊന്നും പറയുന്നില്ല. ഒത്തിരി അധികം പിള്ളേരുടെ സബ്മിറ്റ് ആവാറുണ്ട്, റിസൾട്ട് വരാറുണ്ട്, പാസ്സാവാറുണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ സേഫായ രീതികൾ വേണമല്ലോ പറഞ്ഞു തരാൻ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അവർ സെലക്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ജസ്റ്റ് ഒരു സേഫ് രീതി പറയുകയാണ്. ഓക്കെ, സോ ഇതാണ് മെയിൻലി എനിക്ക് ഫീൽഡ് വർക്കിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നത്. മിക്കവാറും എത്ര നേരം കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളൊക്കെ ബോറടിച്ച് പണ്ടാരം ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് ആ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരാൻ റെഡിയാണ്. ഈ ഇൻഡിവിജ്വൽ കോൺഫറൻസ് എന്താ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിവിജ്വൽ കോൺഫറൻസിൻ്റെ അകത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളും നമ്മുടെ സൂപ്പർവൈസറുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥാപനത്തിൽ പോയി എന്തെല്ലാം പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം അയാൾ നമുക്ക് കുറേ ടിപ്പുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതാണ് നമ്മൾ ഇൻഡിവിജ്വൽ കോൺഫറൻസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് സത്യത്തിൽ ഇൻഡിവിജ്വൽ കോൺഫറൻസ് നടക്കാറില്ല. കാരണം ഒരു സ്റ്റുഡൻറ്റിന് തന്നെ എല്ലാ 5 പ്രാവശ്യം കൂടുമ്പോഴും ഒരു ഇൻഡിവിജ്വൽ കോൺഫറൻസ് എടുക്കാൻ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ 10, 500, 600 പിള്ളേരാണ് ഒരു സൂപ്പർവൈസറിൻ്റെ കീഴിൽ വരുന്നത്. അയാളുടെ ജീവിതകാലം മൊത്തം ഇരുന്നാലും ഇൻഡിവിജ്വൽ കോൺഫറൻസ് എടുത്ത് തീർക്കാൻ പറ്റത്തില്ല പുള്ളിക്ക്. അതുകൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ നടന്ന പോലെ എഴുതി വെക്കും. ഇനി ഞാൻ ഇതിനകത്തൊരു കാര്യം പറയട്ടെ, ഞാൻ യൂഷ്വലി ഫീൽഡ് വർക്ക് ചെയ്യുന്നതിലൊക്കെ സ്റ്റുഡൻസിന് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഫീൽഡ് വർക്ക് അസിസ്റ്റൻറ്റ് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാം. അത് സ്പെഷ്യലായിട്ട് നോർമൽ ക്ലാസ്സുകൾ കൂടാതെ അത് സ്പെഷ്യൽ കാര്യങ്ങളാണ്.
അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ഈ ഇൻഡിവിജ്വൽ കോൺഫറൻസ് ഇൻഡക്ഷൻ മീറ്റിംഗിൻ്റെ ഒക്കെ റെഡിമെയ്ഡ് റിപ്പോർട്ട് തരും. നിങ്ങൾക്കത് നോക്കി എഴുതിയാൽ മതി. കൂടാതെ നിങ്ങളൊരു സ്ഥാപനത്തിൽ ഇപ്പോൾ 15 ദിവസം ജോലി ചെയ്യണം. 15 ദിവസം ജോലി ചെയ്യാൻ പോയതിന് ശേഷം 15 ദിവസത്തെ റിപ്പോർട്ട് കുത്തിയിരുന്ന് എഴുതാമെന്നൊക്കെ പറഞ്ഞാൽ മെനക്കേടാം. അപ്പം നിങ്ങൾ 15 ദിവസം പോയിട്ട് എന്താണ് കാര്യങ്ങൾ ചെയ്തത് സിമ്പിളായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ അതിനൊരു പ്രോപ്പർ 15 ദിവസത്തെ റിപ്പോർട്ടാക്കി സ്ട്രക്ചർ ചെയ്ത് തിരിച്ചയച്ചു തരും. അപ്പം നിങ്ങൾക്ക് തല പുകച്ചിരുന്ന് റിപ്പോർട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതി അയച്ചു തരുന്ന റിപ്പോർട്ട് നോക്കി എഴുതിയാൽ മതി. ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി എഴുതാനൊന്നും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ക്ലാസ്സുകളിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫീൽഡ് വർക്കിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ. സോ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? അതല്ല ഈ ഓറിയന്റേഷൻ വിസിറ്റിന് സർട്ടിഫിക്കറ്റ് കിട്ടൂലേ? വേണ്ട. സാർ ഒരു സംശയം. ഓറിയന്റേഷൻ നമ്മളിപ്പോ ഈ സർട്ടിഫിക്കറ്റ് ഇൻഡക്ഷൻ വേണ്ട. മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ സാറ് നമുക്ക് ഈ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നു. ഹലോ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞു തന്നു. ഹലോ, പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട് ചേച്ചി, പറഞ്ഞോ. അല്ല കുറെ സൗണ്ട് അതിന്റെ ഇടയിൽ വന്നു, അതുകൊണ്ടാ. അപ്പൊ ഞാൻ ആ റിപ്പോർട്ട് എഴുതിയിട്ട് നമ്മൾ ആ സൈൻ ചെയ്യാൻ വേണ്ടി എന്തായാലും സൂപ്പർവൈസറിന്റെ അടുത്ത് പോകേണ്ടി വരില്ലേ നമ്മൾ ഈ ബുക്കായിട്ട്? ഇൻഡക്ഷൻ മീറ്റിംഗ് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ സൈൻ ചെയ്യുന്നതിനെ പറ്റി ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഓരോ പ്രാവശ്യം ഓരോന്ന് എഴുതി കഴിയുമ്പോൾ ടെക്സ്റ്റ് ബുക്കായിട്ട് ഓടണ്ട. നിങ്ങൾ എല്ലാം എഴുതി തീർത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സൂപ്പർവൈസറിൻ്റെ അടുത്തോട്ട് പോയാൽ മതി. പക്ഷെ സൂപ്പർവൈസറിനെ അറിയിക്കണം, സാറേ ഞാൻ ഇച്ചിരി തിരക്കാണ്, എൻ്റെ വീട് ദൂരെയാണ്, എനിക്ക് എൻ്റെ എല്ലാ ടെക്സ്റ്റ് ബുക്കായിട്ട് വരാൻ സാധിക്കത്തില്ല. അപ്പം ഞാൻ ഈ എഴുതുന്ന റിപ്പോർട്ടിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് സാറിന് അയച്ചു തരാം, സാർ അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ഞാനിതെല്ലാം എഴുതി കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ സാർ ഒപ്പിട്ട് തരുമോ എന്ന് ചോദിച്ചാൽ മതി. എല്ലാ പിള്ളേരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സാറ് സമ്മതിക്കാതെ ഇരിക്കത്തില്ല. പിന്നെ ചില സാറുമാരുണ്ട്, അവർ ഇച്ചിരി ഒന്ന് സ്ട്രിക്റ്റാണ്. അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ നോർമൽ റിപ്പോർട്ട് എഴുതുന്നതിന് മുന്നേ അവർ നമ്മളോട് പറയണ്ടേ, നീ ആദ്യമേ ഒരു റഫ് പേപ്പറിൻ്റെ അകത്ത് റിപ്പോർട്ട് എഴുതി അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ച് ഞാനത് വായിച്ച് ഓക്കെ പറഞ്ഞതിന് ശേഷം നീ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി. അപ്പോൾ അത് സൂപ്പർവൈസർമാർ നമ്മളെ എഴുതി തെറ്റിക്കണ്ട എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 1-2 റിപ്പോർട്ട് റഫായിട്ട് എഴുതി വളരെ നല്ല രീതിയിൽ ഒന്നും മിസ്റ്റേക്ക് ഇല്ലാതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി സൂപ്പർവൈസറിന് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ടെക്സ്റ്റ് ബുക്കിലോട്ട് എഴുതിക്കോളാൻ പറയും. എന്നിട്ട് പുള്ളിയോട് ചോദിക്കുക, സാറേ എനിക്ക് എല്ലാ റിപ്പോർട്ടും റഫ് എഴുതാനായിട്ടുള്ള സമയമില്ല, ഞാനിപ്പോൾ 2 റഫ് എഴുതി കാണിച്ചല്ലോ, അതുപോലെ ഇനി ഞാൻ എല്ലാം ടെക്സ്റ്റ് ബുക്കിലോട്ട് എഴുതിക്കോട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പിന്നീട് ഇനി റഫ് എഴുതണ്ട, എല്ലാം ഡയറക്റ്റ്ലി ടെക്സ്റ്റിലോട്ട് എഴുതിക്കോളാൻ പറയും. പക്ഷെ അത് എഴുതുമ്പം സൂക്ഷിക്കണം, തെറ്റുപറ്റില്ല. ഇനി ഇതിനകത്ത് നിങ്ങളെ ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞത് 2 ഇപ്പം പറയാം. അതിൽ ഫസ്റ്റത്തെ അത്ര ഞെട്ടിക്കുന്ന ഒരു കാര്യമല്ല, പക്ഷേ നിങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോട്ടോസൊക്കെ സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫീൽഡ് വർക്കിനകത്ത് നിങ്ങൾ അവിടെ പോയി ഇവിടെ പോയതിൻ്റെയൊക്കെ സെൽഫി എടുത്ത് ആ സ്ഥാപനത്തിൻ്റെ ബോർഡിൻ്റെ കൂടെയുള്ള സെൽഫിയൊക്കെ എടുത്ത് നിങ്ങൾക്ക് വെക്കാം. അതാകുമ്പോൾ ഇച്ചിരിയും കൂടെ നിങ്ങൾ ചെയ്തു എന്നുള്ളതിൻ്റെ വിശ്വാസം വരും. പിന്നെ പേജുകൾ ഇച്ചിരി നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് റിപ്പോർട്ട് എഴുതാൻ 2.5 പേജ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2.5 പേജ് നിങ്ങൾ എഴുതി നിറക്കണ്ട, 1 പേജ് 1.5 പേജൊക്കെ എഴുതിയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവിടെ ഇവിടെ ഫോട്ടോയും കൂടെ വെച്ച് കഴിഞ്ഞാൽ എഴുതുന്നതെന്ന് അത്രയും കുറഞ്ഞു കിട്ടും. സ്കെച്ച് പെന്നും മാർക്കറും മറ്റുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കല്ലേ. കറുപ്പല്ലെങ്കിൽ നീല പേനയും കൊണ്ട് തന്നെ എഴുതണം. നിങ്ങൾ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരല്ല സ്കെച്ച് പേനയും മറ്റേതും മറിച്ചതും കൊണ്ട് കളർ ചെയ്യാൻ. ഇനി ഇതിനകത്ത് ഞെട്ടിക്കുന്ന കാര്യം, കഴിഞ്ഞ വർഷം തോന്നുന്നു, കഴിഞ്ഞ വർഷമായിരുന്നു, കോട്ടയത്തുള്ള ചില പിള്ളേർ ഫീൽഡ് വർക്ക് ഇച്ചിരി ഉടായിപ്പ് കാണിച്ച് സബ്മിറ്റ് ചെയ്യാൻ നോക്കി. അവരിച്ചിരി കള്ള സർട്ടിഫിക്കറ്റൊക്കെ ഒപ്പിച്ച് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് അതിൽ എഴുതി അങ്ങ് വെക്കാം, ആര് ശ്രദ്ധിക്കുമെന്ന് ചിന്തിച്ചു. പക്ഷെ അവരെല്ലാവരെയും പിടിച്ചു. ആരുടെ മൈക്ക് ഓണാണ്, മൈക്ക് മ്യൂട്ട് ചെയ്യണേ. അവർ സൂപ്പർവൈസറിൻ്റെ അടുത്തോട്ട് പോയപ്പോഴത്തേക്കും അവരൊക്കെ ചെക്ക് ചെയ്ത് സ്റ്റഡി സെൻറ്ററുകാർ പിടിച്ചു. സ്റ്റഡി സെൻറ്ററുകാർ നോക്കിയപ്പോൾ അവർക്ക് എന്തോ ഒരു ശരിയായിട്ട് തോന്നിയില്ല. അവരുടെ സർട്ടിഫിക്കറ്റിനകത്ത് കൊടുത്തിരുന്ന സ്ഥാപനത്തിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അറിഞ്ഞത് അവരങ്ങനെ 15 ദിവസം എങ്ങും ജോലിയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ആ പിള്ളേരെല്ലാവരെയും പിടിച്ച് അവരുടെ എതിരെ കേസെടുത്തു. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. കേസെടുത്തു. അവർക്കിനി 6 വർഷത്തേക്ക് ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കാനും പറ്റത്തില്ല. അവർക്കിനി നല്ലൊരു ജോലി നാട്ടിൽ പോയിട്ട് പുറത്തു പോലും പ്രതീക്ഷിക്കാനും പറ്റത്തില്ല.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത ഉടായ്പ പരിപാടികൾ കാണിച്ച് കയറാൻ നോക്കല്ലേ. കൂടാതെ നിങ്ങൾ ഈ എഴുതി വെക്കുന്ന കാര്യങ്ങളൊന്നും അത്ര ശരിയല്ലെന്നുണ്ടെങ്കിൽ ഈ പോയ ബുക്ക് അതേപോലെ തിരിച്ചു വരും. അപ്പൊ അതും കൂടെ ഒന്ന് നോക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ? പറയിച്ച് ഹലോ, പറഞ്ഞോ. ഓറിയന്റേഷൻ വിസിറ്റിന്റെ ആ സർട്ടിഫിക്കറ്റ് ഇല്ലേ, 15 ദിവസം വർക്ക് ചെയ്തു അങ്ങനെ പറഞ്ഞിട്ടുള്ള? ആ ഓറിയന്റേഷൻ അല്ല, കൺകറന്റ്. കണക്കറല്ല. അപ്പൊ അത് എന്താ ചെയ്യണ്ടേ? അത് ടെക്സ്റ്റ് ബുക്കിന്റെ ഫ്രണ്ടില് നമുക്ക് ആ കൺകറന്റ് വിസിറ്റിന്റെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ബോക്സ് കാണാൻ പറ്റും, അവിടെ നിങ്ങൾക്ക് ഒട്ടിക്കാം. എനിക്ക് തോന്നുന്നു ഒരു കാലി പേജ് ഉണ്ട് എവിടെയോ നിങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റിയ. എൻ്റെ കയ്യിലിരിക്കുന്ന PDF ഇച്ചിരി പഴയ PDF ആണ്. ഇതിനകത്ത് ബോക്സ് ആയിട്ടുണ്ടോ എന്ന് അറിയാം. അതേണ്ട, ഇവിടെയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സ് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ബോക്സിന്റെ അകത്തോട്ടാണ് ആ സർട്ടിഫിക്കറ്റ് ഒട്ടിക്കേണ്ടത്. ഇനി ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ചില പിള്ളേർ അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒട്ടിക്കാനായിട്ട് കുറച്ച് മടിക്കും. കാരണം ആ സർട്ടിഫിക്കറ്റ് അവർക്ക് വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ. അപ്പോൾ ഒറിജിനൽ ഒട്ടിക്കണോ ഡ്യൂപ്പ് ഒട്ടിക്കണോ നിങ്ങൾ ഫീൽഡ് വർക്ക് സൂപ്പർവൈസറിനോട് ചോദിക്കുക. അയാൾ ഒറിജിനൽ ഒട്ടിക്കാൻ പറഞ്ഞാൽ ഒറിജിനൽ ഒട്ടിക്കുക, അയാൾ വേറൊരു കോപ്പി എടുത്തിട്ട് ഒട്ടിക്കാൻ പറഞ്ഞാൽ കോപ്പി ഒട്ടിക്കുക. ഓക്കെ, അപ്പോൾ അയാൾ എന്ത് പറയുന്നു അതനുസരിച്ച് ഒട്ടിക്കാം. ഓക്കെ, അഥവാ ഒറിജിനൽ ഒട്ടിക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി എടുത്ത് കൈ വെച്ചേക്കണം. കാരണം നിങ്ങൾ നാളെ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ കാണിക്കാം. ഓക്കെ സാർ അതുപോലെ നമ്മൾ ഈ ഓറിയന്റേഷൻ വിസിറ്റ് നടത്തുമ്പോഴും കൺകറന്റ് നടത്തുമ്പോഴും നമുക്ക് ഇന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഈ ഇവര് തരണ്ടേ? സ്റ്റഡി സെന്റേഴ്സ് വരെ നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ പോയി നിൽക്കുമ്പോൾ ഇന്ന സ്ഥലത്ത്. യെസ്, അത് നല്ലൊരു ചോദ്യമാണ്. ആക്ച്വലി സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോവിഡ് വന്ന സമയത്ത് ഇത് കമ്പൽസറി ആയിരുന്നു. നമ്മളൊരു സ്ഥാപനത്തിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മളുടെ സ്റ്റഡി സെന്ററിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വേണം. നമ്മളുടെ ഇഗ്നൂവിൽ പഠിക്കുന്ന ഇന്ന സബ്ജക്റ്റ് പഠിക്കുന്ന കുട്ടി നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങൾ സർട്ടിഫിക്കറ്റ് മേടിക്കാറില്ല. അതിന് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര മെനക്കെടാണ്. കാരണം ഈ സർട്ടിഫിക്കറ്റ് ചെയ്തു തരേണ്ടത് ഒരു സ്ഥാപനത്തിൻ്റെ കോർഡിനേറ്റർ, സൂപ്പർവൈസറല്ല. കോർഡിനേറ്റർ എന്ന് പറയുന്നത് ആ സ്റ്റഡി സെൻറ്ററിൻ്റെ ഒരു രീതിയിൽ പറഞ്ഞാൽ പ്രിൻസിപ്പളിന് തുല്യം. പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ ഇച്ചിരി മെനക്കേടാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റഡി സെൻറ്ററിൽ ഒരു സ്ഥാപനത്തിൽ പോയി എനിക്കിവിടെ 15 ദിവസം ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയുക. അവരോട് എടുത്ത് ചോദിക്കാനൊന്നും നിൽക്കല്ല നിങ്ങൾക്ക് അങ്ങോട്ട് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ചോദിച്ചാൽ അവർ വേണമെന്ന് തന്നെ പറയും. അവർ ഒന്നും വേണ്ട, നിങ്ങൾ വന്ന് ജോലി ചെയ്തോ, ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് പൈസ അടയ്ക്കണം എന്നെങ്ങാനും പറയാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സന്തോഷത്തോടെ പോയി ജോലി ചെയ്തോ. അവർ ഇങ്ങോട്ട് എടുത്ത് ചോദിച്ചാൽ മാത്രം സ്റ്റഡി സെൻറ്ററിൽ പോയി സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ വെറുതെ സർട്ടിഫിക്കറ്റിൻ്റെ പുറകെ ഒന്നും ഓടണ്ട. എൻ്റെ കുറേ പിള്ളേർ ഈ പെർമിഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെയാണ് പോയി ഫീൽഡ് വർക്ക് ചെയ്തത്. നേരത്തെ അത് കമ്പൽസറി ആയിരുന്നു. നേരത്തെ ഞാനും എല്ലാ പിള്ളേരോടും പറയുമായിരുന്നു. പക്ഷെ ഇപ്പം അത്ര കമ്പൽസറി അല്ല. സാർ അതുപോലെ തന്നെ നമ്മൾ ഒരേ സ്ഥാപനത്തിൽ തന്നെ ഈ 3 വർഷം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 3 വർഷത്തെ ഫീൽഡ് വർക്കിന്റെ റിപ്പോർട്ട് വെക്കുമ്പോൾ 3 തവണയായിട്ട് ഒരേ സ്ഥാപനം തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് വേണമെങ്കിൽ ഒരു ഇയറിലെ 2 സെമസ്റ്റർ നമുക്ക് ഒരു സ്ഥാപനത്തിൽ പോയി ചെയ്യാം. പക്ഷെ 3 വർഷത്തെ നമുക്കൊരു സ്ഥാപനത്തിൽ ചെയ്യാനായിട്ട് പെർമിഷൻ ഇല്ല. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു ഇയറിലെ 2 സെമസ്റ്റർ നമുക്ക് ഒരു സ്ഥാപനത്തിൽ പോയി ആദ്യത്തെ 15 ദിവസം ഒരു കാര്യം, പിന്നീടത്തെ 15 ദിവസം ഒരു കാര്യം. ഉദാഹരണത്തിനകത്ത് എൻ്റെ ലാസ്റ്റ് ഇയറിലെ 5ാമത്തെ 6ാമത്തെ സെമസ്റ്ററിലെ ഫീൽഡ് വർക്ക് ഞാൻ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആശുപത്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ ചെയ്തതാണ്. അപ്പം ഞാൻ ആ ആശുപത്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ആദ്യത്തെ 15 ദിവസത്തെ റിപ്പോർട്ട് എഴുതി. പിന്നെ ആ സെയിം ആശുപത്രിയിൽ തന്നെ എന്തുകൊണ്ടാണ് പിന്നീടത്തെ 15 ദിവസത്തെ റിപ്പോർട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇയറിലെ വേണമെങ്കിൽ നമുക്ക് ഒരു സ്ഥാപനത്തിൽ ചെയ്യാം. പക്ഷേ എല്ലാ ഇയറിലെയും ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, അത് ഞാൻ ഇതിൻ്റെ കൂടെ മറന്നു പോകുന്നതിന് മുമ്പ് അതും കൂടെ ഞാൻ പറയട്ടെ. ഇപ്പം നിങ്ങൾ ഓറിയന്റേഷൻ വിസിറ്റിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പോയി വിസിറ്റ് ചെയ്ത് ഡീറ്റെയിൽ കളക്ട് ചെയ്യാം. അതിപ്പോൾ വേണമെങ്കിൽ അംഗനവാടി വേണമെങ്കിലാവാം. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ, അംഗനവാടികൾ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ഉണ്ട്, അല്ലെങ്കിൽ സ്കൂളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഒരു സ്കൂൾ വിസിറ്റ് ചെയ്തുകൊണ്ട് വേറൊരു സ്കൂൾ വിസിറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു അംഗനവാടി വിസിറ്റ് ചെയ്തുകൊണ്ട് വേറൊരു അംഗനവാടി വിസിറ്റ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ കൺകറന്റ് വിസിറ്റിനും ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തുകൊണ്ട് പിന്നീട് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ഓറിയന്റേഷൻ വിസിറ്റിന്
നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഒരേപോലത്തെ സ്ഥാപനങ്ങളിൽ പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഒരു NGOയിൽ പോകുന്നതിലോ ഒന്നിൽ കൂടുതൽ ഒരു അംഗനവാടി പോകുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ എല്ലാം റിപ്പോർട്ട് ഭയങ്കര ഒരുമിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പം നിങ്ങൾ അംഗനവാടിയുടെ റിപ്പോർട്ട് ഫസ്റ്റിൽ എഴുതി കഴിഞ്ഞാൽ അടുത്ത അംഗനവാടിയുടെ റിപ്പോർട്ട് 7ാമത്തെ 8ാമത്തെ പേജിലുള്ള എഴുതാൻ നോക്കുക. അപ്പോൾ അത് ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. പിന്നെ 1-2 പ്രാവശ്യമൊക്കെ അംഗനവാടിയിൽ ഒരുമിച്ച് പോയി ചെയ്തു, അവിടെ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് കുഴപ്പമില്ല. 8-9 പ്രാവശ്യം അംഗനവാടിയിലോട്ട് ഇടിച്ചു കയറി പോകല്ലേ, അത് ശ്രദ്ധിക്കണം. ഇച്ചിരി മോഡറേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേപോലത്തെ സ്ഥാപനങ്ങൾ 1-2 പ്രാവശ്യം വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. കൺകറൻറ്റിനല്ല, ഓറിയൻറ്റേഷൻ. കാരണം ഓറിയൻറ്റേഷൻ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഓൾമോസ്റ്റ് ഒരേപോലെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് തന്നെ മതി അതേപോലത്തെ വേറൊരു സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് എഴുതാൻ. കാരണം ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എല്ലാത്തിനും ഒരേ റൂൾസാണ്. പ്രൈവറ്റ് ആകുമ്പോഴാണ് അവർക്ക് അവരുടേതായ റൂൾസും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നത്. സാറ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മുനിസിപ്പാലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്, പഞ്ചായത്ത് പോലെ. അപ്പൊ അവിടെ തന്നെ NULM പോലെയുള്ളതും പിന്നെ ജെൻഡർ ഈ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് NULMന്റെ കീഴിൽ. അപ്പൊ എനിക്ക് അവിടെ തന്നെ കുടുംബശ്രീയുടെ ഈ NULMന്റെ ഒരു പ്രൊജക്റ്റിൽ അവര് MSW പഠിച്ചവരാണ് അതിന്റെ ഹെഡ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒപ്പിക്കാൻ പറ്റില്ലേ സാർ? ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ട് ഞാൻ പറ്റും. പിന്നെ മുനിസിപ്പാലിറ്റി തന്നെ എനിക്ക് മറ്റേ ഹെൽത്തിലും മറ്റേ ശുചിത്വ മിഷന്റെയും പാലിയേറ്റീവ് കെയർ അങ്ങനെയുള്ള ഒത്തിരി ഉണ്ട്. അപ്പൊ പിന്നെ ഒരു രീതി പറഞ്ഞ എല്ലാം അവിടെ തന്നെ നിന്നോണ്ട് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? THC പോലെയുള്ളത് ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം ഒത്തിരി അധികം ഇപ്പൊ ഹെൽത്ത് ഒക്കെ റിലേറ്റഡ് ആണെന്ന് ഒത്തിരി എളുപ്പം. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചാൽ കുറെ അധികം പിള്ളേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സാണ്. അപ്പൊ അവര് ഈ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ കോഴ്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ നാഷണൽ ഹെൽത്ത് മിഷന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവർ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിനകത്ത് ചില ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ അവര് ഹെൽത്തിന്റെ ഭാഗമായിട്ട് പോയി നിലം തൂക്കുകയും തുടക്കുകയും വൃത്തിയാക്കുകയും ഇല പറക്കിയെടുക്കുകയും അങ്ങനെയുള്ള പണി. പക്ഷെ അതൊക്കെ അവർ ഫീൽഡ് വർക്കായിട്ട് എഴുതി വെച്ചു. സോ അങ്ങനെയൊക്കെ ഒരു അവസരം ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്ന് മാക്സിമം ഫീൽഡ് വർക്ക് ചെയ്യാൻ നോക്കുക. പ്രത്യേകിച്ച് പരിചയമുള്ള സ്ഥാപനമായിട്ട് പെട്ടെന്ന് എളുപ്പത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ നമുക്ക് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടിയും വരത്തില്ല. അവിടെ ഒത്തിരി പിള്ളേര് BSW MSW പിള്ളേര് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഓഫീസിൽ വരാറുണ്ട്. അവിടെ പ്രൊജക്ട് അവര് ഓരോന്നൊക്കെ അവതരിപ്പിക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇവിടുന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പൊ അത് എളുപ്പമായി. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. ഇനി വേറെ വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടോ? ഇതൊരു വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. സാർ 20-21 ഡിഫറൻസ് എനിക്ക് പറഞ്ഞില്ലേ, വിസിറ്റിന്റെ എണ്ണം വ്യത്യാസം ഉണ്ടാവും. അതായത് സാർ 15 എന്ന് പറയുന്നത് ഞങ്ങൾ 2020 ബാച്ചിന്. ഞാൻ നിങ്ങളുടെ ഫീൽഡ് വർക്കിന്റെ ടെക്സ്റ്റ് ബുക്ക് അത്രയും നല്ല രീതിയിൽ വായിച്ചിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ നിങ്ങളുടെ ബാച്ചിൽ നിന്നുള്ള പിള്ളേർ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഡിഫറൻസ് പറഞ്ഞുതരാം. BSWG ആണ് 2021 മുതൽ സ്റ്റാർട്ടായത്. BSWGന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലായിട്ട് എല്ലാ ടോപ്പിക്കും പഠിക്കാനായിട്ട് പറ്റും. ഒരു ടോപ്പിക് എന്ന് പറഞ്ഞ് സ്പെസിഫിക്കേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഫീൽഡ് വർക്കും കാര്യങ്ങളെല്ലാം എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും ജനറലായിട്ട് നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു. കൂടാതെ ഇപ്പം 2024 പുതിയ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം 3 വർഷത്തെ BSW കോഴ്സ് 4 വർഷത്തോട്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പിള്ളേർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഈവൻ BSW പഠിക്കുമ്പോൾ തന്നെ ബിസിനസ് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഓൺട്രപ്രണർഷിപ്പ് ഓക്കെ. അപ്പോൾ അതൊക്കെ ഒരു സൈഡിലോട്ട്. ഇനിയിപ്പോൾ ചേച്ചിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളുടേത് ഒത്തിരി പഴയ കോഴ്സ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും മെത്തേഡ്സും എല്ലാം ഇച്ചിരി ഓൾഡ് സ്കൂൾ, ഓൾഡ് ടൈപ്പാണ്. അതേപോലെ ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എസ്പെഷ്യലി ഫീൽഡ് വർക്കിൻ്റെ ഒന്നും കാര്യമായിട്ട് വായിച്ചിട്ടില്ല. ബട്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ കുറച്ച് പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇതേപോലത്തെ ചില കാര്യങ്ങൾ തന്നെ. ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് അതിൻ്റെ കോഡ് ചേച്ചിക്ക് അറിയായിരിക്കും. അഡ്മിഷൻ എടുത്ത സമയത്ത് നമുക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നമ്മുടെ കോഡുകൾ കാണാൻ പറ്റും. നമ്മൾ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ കയറി സ്റ്റുഡൻറ്റ് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചിയുടെ എല്ലാ ഫീൽഡ് വർക്കിൻ്റെ കോഡ് കാണാൻ പറ്റും. ആ കോഡ് ഒരു പേപ്പറിലോട്ട് എഴുതിയെടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ EGAN കോഴ്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് നോക്കുക. തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞുതരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അത്ര ഒന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ എനിക്ക് തോന്നുന്നു ചെയ്യുന്ന ദിവസങ്ങളിലും ചില രീതികളിലും വ്യത്യാസമുണ്ട്, വേറെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല.
ഈ പറഞ്ഞ പോലെ സൂപ്പർവൈസറിനോട് അടുത്തൊക്കെ പോയി ചോദിച്ചും കണ്ട് മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നു. ഓക്കെ, ഞാൻ അഥവാ കോഡൊക്കെ എടുത്ത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ PDF എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, ആ PDF എനിക്കൊന്ന് അയച്ചാൽ മതി. ഞാൻ സമയം കിട്ടുമ്പോൾ അതൊന്ന് നോക്കിയതിന് ശേഷം പറഞ്ഞുതരാം. പിന്നെ ഇത് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? സബ്മിറ്റ് ചെയ്യുന്നതിന് ഇന്ന ദിവസം എന്ന് പറഞ്ഞുണ്ടോ എന്ന് പലർക്കും ചോദ്യം വരും. ഈ ഫീൽഡ് വർക്ക് സബ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം എന്ന് പറഞ്ഞൊന്നുമില്ല. എത്രയേ ഉള്ളൂ, എക്സാമിന് 1 മാസം മുന്നേ എങ്കിലും സബ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ജൂണിൽ ഒരു പരീക്ഷ നടക്കാൻ പോകുന്നു. അപ്പോൾ ആ ജൂണിൽ നടക്കാൻ പോകുന്ന പരീക്ഷയുടെ 1 മാസം മുന്നേ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ ജൂണിലെ പിള്ളേർ പരീക്ഷ എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ആവുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ ഫീൽഡ് വർക്കിൻ്റെ റിസൾട്ട് പബ്ലിഷ് ആവും എന്ന് ആണ് ഇഗ്നു പറയുന്നത്. ഇഗ്നു അവരുടെ തോന്നിവാസത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത്. എന്നാലും അവർ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞതിന് ശേഷം ഉടനെ എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ കൂടെ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പരീക്ഷയുടെ 1 മാസം മുന്നേ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴാണ് ആഗ്രഹം അപ്പോൾ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഇത് ഇച്ചിരി ടൈം എടുക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആദ്യമേ സ്വന്തമായിട്ട് പോയി ഫീൽഡ് വർക്ക് എല്ലാം ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഈ കംപ്ലീറ്റ് ചെയ്ത ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും ഇതെല്ലാം കൊണ്ട് നിങ്ങൾ സൂപ്പർവൈസറിൻ്റെ അടുത്ത് പോയി. പുള്ളിക്കാരൻ ഇതെല്ലാം നോക്കി എഴുതി തന്നതിന് ശേഷം നിങ്ങളിത് RC തിരുവനന്തപുരം, ഞാനിപ്പം ഇപ്പോൾ കൊല്ലംകാരനായതുകൊണ്ട് എൻ്റെ റീജിയണൽ സെൻറ്റർ നമ്മുടെ തിരുവനന്തപുരത്താണ്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് കൊച്ചിയിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മളത് അങ്ങോട്ട് അയക്കണം. അത് നമ്മൾ സൂപ്പർവൈസർ പറഞ്ഞു തരും എന്ത് വേണമെന്ന്. അത് അങ്ങോട്ട് അയച്ചതിന് ശേഷം ഈ സാധനം ഡൽഹിയിലോട്ട് പോകും. അവിടെ പോയി ഇത് ചെക്ക് ആവണം. അപ്പോൾ അതിന് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് എക്സാമിന് 1 മാസം മുന്നേ സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ചിലപ്പോഴൊക്കെ ഇഗ്നു തന്നെ പറയും എക്സാമിൻ്റെ സമയത്തും കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫീൽഡ് വർക്കിൻ്റെ ഇതിപ്പോൾ അടുത്ത മാസം മെയ്, അത് കഴിഞ്ഞ എക്സാം ആണ്. അപ്പോൾ മെയ് മാസത്തിലും ഫീൽഡ് വർക്ക് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തെന്നും പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇത് നമ്മള് ഫീൽഡ് വർക്കിന് ഹോസ്പിറ്റലിൽ പോവില്ലേ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? കൗൺസിലിംഗ് തന്നെ ഉണ്ടോ? ചേച്ചി, ഞാനത് നേരത്തെ പറഞ്ഞ പോലെ ചേച്ചിയുടെ ഏത് സെമസ്റ്ററിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് ആ സെമസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതൊരു സ്ഥലത്ത് പോയാലും അവിടെ നിങ്ങളെ ഫീൽഡ് വർക്ക് ചെയ്യാനായിട്ട് അവർ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ ഒരു അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി MSW അല്ലെങ്കിൽ BSW പഠിച്ച പിള്ളേരുണ്ടായോണ്ട് അപ്പം അവരിതെല്ലാം പഠിച്ച് ഇതൊക്കെ കടന്നിരിക്കുന്നതും കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോട് പോയി പറയാം, ചേച്ചി ചേട്ടാ നിങ്ങൾ MSW BSW പഠിച്ചതുപോലെ ഞാൻ MSW BSW പഠിക്കുക, എനിക്കിതാണ് ചെയ്യാനുള്ളത്, ഇത് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിച്ചാൽ മാത്രം മതി. അവരെല്ലാ കാര്യങ്ങളും ചെയ്ത് പറഞ്ഞു തരും നിങ്ങൾക്ക്. നിങ്ങൾ ഇവിടുന്ന് എല്ലാ കാണാപ്പാടം പഠിച്ച് പോകണ്ട. എൻ്റെ എല്ലാ പിള്ളേരും ഞാൻ അവർക്ക് കുറേ പറഞ്ഞു കൊടുത്തിട്ടും കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം പേടിയാണ്, മിക്ക ചേച്ചിമാർക്കൊക്കെ പേടിയാണ് ഒറ്റയ്ക്കൊക്കെ പോകാൻ. അപ്പം ഞാൻ സിമ്പിളായിട്ട് പറയാം, അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഓൾറെഡി ഫീൽഡ് വർക്കൊക്കെ ചെയ്ത് പഠിച്ച് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവരിങ്ങോട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചോളും. കാരണം നിങ്ങൾ അവർക്ക് പൈസ കൊടുത്തിട്ട് പോവല്ലേ, അവർ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചോളും. അപ്പോൾ ജസ്റ്റ് അവിടെ പോയിട്ട് പറയണം, എത്രയും പറയണം, ഞാൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനാണ് ചെയ്യാൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കേസ് വർക്കാണ് ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് അവരുടെ മുഖത്ത് നോക്കി പറയണം. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഇനി അതർ ഡൗട്ട്സ്? വേറെ സംശയങ്ങളൊന്നുമില്ല? നിങ്ങളുടെ എല്ലാ സംശയം ക്ലിയർ ആയോ? ശരി. കുറച്ചെങ്കിലും ഡൗട്ടൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളെല്ലാം? അത്യാവശ്യം നല്ല ധാരണ കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രയോജനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ടൈം എടുത്ത് സാവകാശത്തിൽ ചെയ്യാൻ നോക്കുക. ഞാൻ പഠിപ്പിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ ക്ലാസ്സുകളൊക്കെ വർഷങ്ങളായിട്ട് എടുക്കുന്നു. ഞാൻ പഠിപ്പിച്ച എൻ്റെ എല്ലാ പിള്ളേരും ഫീൽഡ് വർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇതുവരെ എൻ്റെ ഫീൽഡ് വർക്ക് വെച്ചിട്ടില്ല. പറ്റിയാൽ ഞാൻ ചിലപ്പം ഈ ജൂണിന് മുന്നേ സബ്മിറ്റ് ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ ജൂൺ കഴിഞ്ഞിട്ടേ ഞാൻ സബ്മിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ സാർ ഈ ജൂണിൽ ഈ ജേണൽ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? കാരണം എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എൻ്റെ ഒരു ജോബിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് എനിക്കൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കുറച്ച് കാലമായിട്ട് ഇതിന് നിൽക്കുന്നതാണ്. എനിക്ക് ജൂണിൽ ഈ എക്സാം രണ്ടെണ്ണത്തിന്റെ കൂടെ തന്നെ എനിക്ക് ഈ പ്രാക്ടിക്കലും കൂടി വെക്കണം എന്നുണ്ട്. അപ്പോഴല്ലേ ഈ നമുക്ക് ഫുള്ള് റിസൾട്ട് ടെക്സ്റ്റ് വരുമ്പോ ബുക്ക് ഞാൻ മാക്സിമം ഞാൻ എന്നെ കൊണ്ട് ചെയ്യും സാർ. ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? എനിക്ക് അറിയില്ല ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. സപ്പോർട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ചെയ്യുന്നുണ്ടോ സാർ? അല്ലെങ്കിൽ നമുക്ക് ഇല്ല, വെക്കായിരുന്നു. എനിക്കത് മനസ്സിലാവും. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ ആരുടെയാണെന്നറിയാവോ? സൂപ്പർവൈസറിന്റെ. അത് ഞാൻ ഒരു ദിവസം ഞാൻ അങ്കമാലി കാരണം ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്തപ്പോൾ അവിടുത്തെ കോർഡിനേറ്റർ ഒരു വിനയൻ സാർ, പുള്ളി ഭയങ്കര ഓ, കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മുടെ അടുത്ത്. എനിക്കറിയാം. ഞാൻ എനിക്ക് അവരോട് പോയി എൻ്റെ പേര് പറഞ്ഞാൽ അവർക്ക് എന്നെ അറിയാം. കേരളത്തിലുള്ള സാറേ ഭയങ്കര ഇതായിരുന്നു. ഞാനാണ് അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാതെ ഞാൻ കുറച്ച് ഡിലേ ആയി. ഞാൻ അതിന്റെ ഇടയിൽ പുറത്തൊന്ന് പോയിട്ട് ഒരു ജോബിന് വേണ്ടി പോയിട്ട് അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്നതാണ്. ഈ എക്സാം തന്നെ അതുകൊണ്ട് ഇങ്ങനെ ഡിലേ ആയത് സാർ. അപ്പൊ എനിക്ക് ഈ ഡിസംബർ ആകുമ്പോഴത്തേക്കും എനിക്ക് എന്റെ ജോബിന് ഒരു പ്രൊമോഷൻ, ഡിഗ്രി വേണം, ആ ഒരു പ്രൊമോഷൻ. അപ്പൊ എനിക്ക് ഇത്ര കാലത്ത് ഒരു ആഗ്രഹമാണ്. ഹസ്ബൻഡിനാണെങ്കിലും ഞാൻ 5 വർഷമായി ഇതിന്റെ പുറകില്. ഇപ്പൊ ഇതുവരെ കഴിഞ്ഞ ഡിസംബറിലെ എക്സാമിന്റെ റിസൾട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നതെല്ലാം പാസ്സായിട്ടുണ്ട്. ഇനി 2 എക്സാം തന്നെയുള്ളൂ. ഇനിയും 5ഉം 6ഉം മാത്രമേ എഴുതാനുള്ളൂ. ഇനി ജൂണിൽ ഞാൻ എഴുതും. സെന്ററും കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ എനിക്ക് ഈ ജേണലും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇന്നലെ ഇങ്ങനെ തിരയുമ്പോൾ അങ്ങനെ കിട്ടാറില്ല ഈ ഇങ്ങനത്തെ വീഡിയോസ്. ഇന്നലെ എന്തോ എനിക്ക് സാറിന്റെ വീഡിയോ കണ്ട് ഞാൻ കുറെ നേരം ഇന്ന് കണ്ടു. അതാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പുകൾ ചെയ്യാൻ റെഡിയാണ്. ഇതിപ്പോൾ എൻ്റെ നമ്പർ ഉണ്ടല്ലോ, അപ്പം നമുക്ക് പിന്നെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ടെക്സ്റ്റ് ബുക്കിനകത്ത് സാർ എന്തൊക്കെയാ എന്താണ് ഉള്ളതെന്ന് PDF എന്തായാലും ഞാൻ എഴുതാൻ ഞാൻ തയ്യാറാ സാർ. എനിക്ക് എന്താണ് അതെങ്ങനെ ഓർഡറിൽ ഇവിടുത്തെ ആ സർട്ടിഫിക്കറ്റ്സ് ഞാൻ വേണമെങ്കിൽ സെക്രട്ടറി അടുത്ത് പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്നത് തൊഴിലുറപ്പിന്റെ സെക്ഷനിലാണ്. ഞങ്ങളുടെ അടുത്ത് ഞാൻ അക്കൗണ്ടന്റ് ആണ്, അവിടുത്തെ ഡാറ്റ എൻട്രി കം അക്കൗണ്ടന്റ് ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത് തന്നെ. അപ്പോ അപ്പം സർട്ടിഫിക്കറ്റ് എഴുതാൻ ഞാൻ തയ്യാറാണ്. ഇനി സാറിന് വേറെ എന്തായാലും ഫീസോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഇല്ല, അത് കുഴപ്പമില്ല. ഞാൻ ആദ്യമേ ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്തൊക്കെയാന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് കാര്യമായിട്ട് ഗൈഡ് ചെയ്ത് തരാം. ഫീൽഡ് വർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു തരാം. ഞാൻ പോലും കുത്തിയിരുന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു പക്ഷേ ജൂണിന് മുന്നേ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എഴുതാൻ സാധിക്കാതെ തയ്യാറാ സാർ. ഞാൻ ആ പാതിരാത്രിയാണെങ്കിലും ഇരുന്ന് എഴുതിക്കോളാം. ഡോണ്ട് അത് ഞാൻ വറി, എല്ലാ നമുക്ക് നോക്കാം. അസൈൻമെന്റും ഞാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഒരാളെ കൊണ്ട് ഇതുവരെ എഴുതിച്ചിട്ടില്ല. അപ്പം ഏറ്റവും ആദ്യമേ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് രാത്രി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നാളെ രാവിലെ തന്നെ എല്ലാ നാളെ ഞാൻ യാത്രയില്ല. ഞാൻ കൊല്ലം യാത്രയില്ല നാളെ. ഞാൻ സാറിന്റെ നാട്ടിലോട്ട് വരിക നാളെ. ശരി. ഞാൻ അറ്റ് ദ മൂമെന്റ് ഞാനിപ്പം ആലപ്പുഴയില്ല, കൊല്ലത്തില്ല. അല്ല, ഞങ്ങൾക്ക് നാളെ ഒരു കല്യാണം ഉണ്ടാവും അവിടെ കൊല്ലത്ത്. ആ അപ്പൊ നാളെ അങ്ങോട്ടുള്ള യാത്ര. ആയിക്കോട്ടെ. മറ്റന്നാൾ തിരിച്ചു വരും. അല്ല, ഞാൻ പറയാം. അതിനുശേഷം ഞാൻ ആ സാറിനെ കോൺടാക്ട് ചെയ്യണ്ടായിരുന്നു. അപ്പം 2 കാര്യങ്ങൾ എന്നെ ഇനി കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നേ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സബ്ജക്റ്റിന്റെ കോഡുകളെല്ലാം നോക്കി മനസ്സിലാക്കി വെക്കുക. ഓക്കെ അതിനുശേഷം ആ സാറേ. ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് എങ്കില് മറ്റേ ജേണലിൽ 2 ബുക്കും ഉണ്ട്, എല്ലാം ഉണ്ട് എന്റെ കയ്യിൽ. 2 ഉണ്ട്. തേർഡ് ഇയറിനെ മാത്രമേ ഇല്ലാത്തുള്ളൂ. അപ്പോൾ തേർഡ് ഇയറിന്റെ ഇല്ലാത്തത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ ഓക്കെ. അതിനുശേഷം സൂപ്പർവൈസറിനെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക, സാറേ ഞാനിങ്ങനെ അത്യാവശ്യമായിട്ട് എഴുതുന്നുണ്ട്, ഞാൻ ഒരു മാസത്തിൻ്റെ അകത്ത് എഴുതി കൊണ്ടുവരും, വന്ന ഉടനെ സാറൊന്ന് ഒപ്പിട്ട് തന്നേക്കണേ എന്നൊന്ന് പറഞ്ഞ് അപ്പോഴേ ഫോൺ കട്ട് ചെയ്തേക്കണം. ശരി ഇത് ശരി ശരി രണ്ടും ശരി. അങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാം. ഓക്കെ, ഓക്കെ സാർ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ എന്തായാലും കോൺടാക്ട് ചെയ്യാം. ആയിക്കോട്ടെ. ഓക്കെ. ആ സോ ഓക്കെ അപ്പം സാർ. ഐ ആ ഹോപ്പ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തൊന്ന്. വേറെ സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെല്ലാം ഞാനിപ്പോൾ ഇല്ല സാർ, നിർത്താൻ ഭയങ്കര പോകുന്നു. ഉപകാരമായിരുന്നു. ഒത്തിരി നാളത്തെ സംശയങ്ങളാണ് പിന്നെ ഈ ഒരു സമയം കൊണ്ട് തീർന്നത്. ഞാൻ എവിടെ അസൈൻമെന്റിന്റെ കിട്ടിയാലും ആരും ഈ പ്രൊജക്ടിന്റെ ഇത്ര ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിൽ പോലും ചെയ്തിട്ടില്ല. സാറിന്റെ ടൈം എടുത്ത് എഫേർട്ട് എടുത്ത് ഇത്ര നല്ല ക്ലാസ് തന്നതിൽ താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം. ഇനിയിപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും തുടക്കം മുതലുള്ളത് അത് ഞാനിപ്പോൾ യൂട്യൂബിലോട്ട് ഇടുകയാണ്. സോ യൂട്യൂബിൽ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നോക്കുക, ഫീൽഡ് വർക്ക് മാക്സിമം പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യുക. ഒരു ചെറിയ വാർണിംഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ പുറകെ BFSW 4 വർഷത്തെ BSW കോഴ്സ് പഠിച്ചു വരുന്ന പിള്ളേർ വരുന്നുണ്ട്. അവരൊരു പ്രാവശ്യം അടുത്ത വർഷം അവരെല്ലാവരും പഠിച്ചിറങ്ങും, ഫസ്റ്റ് ബാച്ച് പഠിച്ചിറങ്ങും.
അവരൊരു പ്രാവശ്യം പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പിന്നീട് നോർമലായിട്ട് BSW പഠിച്ച നമുക്ക് വലിയ വില കാണത്തില്ല. കാരണം അവർ സ്പെഷ്യൽ കോഴ്സുകൾ പഠിച്ച് വരുന്ന പിള്ളേരാണ് അവർക്ക് ജോലി സ്ഥലങ്ങളിൽ നമ്മളെക്കാട്ടിലും വാല്യൂ കിട്ടുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ തന്നെ ഫീൽഡ് വർക്ക് എല്ലാം ചെയ്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുവാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുക. ജോലികളെ സംബന്ധിച്ച് എവിടെയൊക്കെ ജോലിക്ക് പോകാം, എങ്ങനെയൊക്കെ ജോലി കിട്ടും എന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. യൂട്യൂബിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ 7306594125 എന്നാണ്. ഞാൻ 15-ാം വയസ്സ് മുതൽ സോഷ്യൽ വർക്കിൽ നിൽക്കുന്നു. കേരളയുടെ അകത്തും പുറത്തുമായിട്ട് അനേക സ്ഥാപനങ്ങളിൽ പോയി സോഷ്യൽ വർക്ക് ചെയ്തു. ഈ ജൂണിന് ശേഷം ഞാൻ ആസാമിൽ ഒഡീസയിലൊക്കെ പോകാൻ പോവുകയാണ്. അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഫീൽഡ് വർക്കിന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. നമുക്കിനി നെക്സ്റ്റ് ടൈം കാണാം. Bye. Good Okay, night. thank you, sir. Thank you so much. Good night.